Good morning. Good morning, sir. Yes. എന്താ വിശേഷങ്ങള്? Okay. ശേഷം മഴയാണല്ലോ മഴ പറയും തണുപ്പ് കൂടി തണുപ്പ് കൂടി രാവിലെ എഴുന്നേൽക്കാൻ മടി, കറണ്ട് ഇല്ലായ്മ. അതെ. 6 മണി എന്താണ് ആളുകളൊന്നും എത്തുന്നില്ലല്ലോ. യെസ്. സോ ഇന്നലെ ചിലരുടെയൊക്കെ കിളി പറഞ്ഞു എന്ന് കേട്ടു. ഇന്നത്തെ ടോപ്പിക് അങ്ങനത്തെ ടോപ്പിക്കായിരുന്നു. കിളി പറഞ്ഞ ടോപ്പിക്കായിരുന്നു. ശരിയാണോ? എന്തായി പറയും, ആരെങ്കിലും സംസാരിക്കും. രാഹുൽ പറയും. ഇവിടെ ഒന്ന് വാമാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സംസാരിച്ചു വരുന്നത്. എന്നാലാണ് എനിക്കൊരു ഉഷാറ് വരുന്നത്. ബാക്കിൽ എന്താ ഇത് കേരപുരം പാലല്ലേ അതോ ഇത് സിഡ്നിയോ? യെസ്. എന്താണ് ആർക്കൊന്നും വീഡിയോ ഓൺ ചെയ്യണ്ടേ? ആൻസി മാഡം, ഗുഡ് മോർണിംഗ്. ആൻസി മാഡം, എങ്ങനെ ഉണ്ടായിരുന്നു എക്സിബിഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? ഗുഡ് മോർണിംഗ് സാർ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങള് ഫസ്റ്റ് ടൈം അല്ലായിരുന്നോ പോകുന്നത്. കൊറേ ബിസിനസ്സുകാരെ പരിചയപ്പെട്ടു. അവരുടെയൊക്കെ രീതികളും ഇതൊക്കെ പഠിച്ചു. കച്ചവടം തരക്കേടില്ലാത്തതായിരുന്നു. പൊതുവേ ഡള്ളായിരുന്ന കച്ചവടമാണെന്നാണ് എല്ലാരും പറഞ്ഞത്. കാരണം അവരൊക്കെ വേറെ ഇതിൽ പോയിട്ടുള്ളതാ. അത് വെച്ച് നോക്കുമ്പോ ഡള്ളായിരുന്നു. ഞങ്ങള് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരുന്നു. കൊടുത്ത പൈസ മുതലായില്ല. കൊടുത്ത പൈസ എന്ന് വെച്ചാൽ അവിടെ എക്സിബിഷനോ? പിന്നില്ലേ, അതൊക്കെ മിച്ചം പിടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എന്താ സാറേ? ലാഭമുണ്ടപ്പോ? ഉണ്ട്. അപ്പൊ ടോപ്പുകൾ മാത്രമാണോ കൊണ്ടുപോയത്? കുർത്തീസ് ടോപ്പുകൾ മാത്രമാണോ കൊണ്ടുപോയത്? കുർത്തീസും ചുരിദാർ സെറ്റുകളും കുറച്ച് സാരികളും. ഓക്കെ ഓക്കെ ഓക്കെ. ശരി. അനില മേഡം ഇല്ല. അനില മേഡം ഇന്ന് സ്കൂളുണ്ടോ അവിടെ? ഇന്ന് സ്കൂൾ ഉണ്ടായിട്ടല്ല. അവള് ഭയങ്കര തലവേദനയൊക്കെ ആയിട്ട് ഇന്നലെ രാത്രിയിലൊന്നും ഉറങ്ങിയില്ലായിരുന്നു. ഓക്കെ ശരി, നമുക്ക് തുടങ്ങാം. നമുക്ക് എന്താണ് വീഡിയോ ഓൺ ആവാത്തത്? വീഡിയോ ഓൺ ആവട്ടെ. വീഡിയോ നബുലൊക്കെ സ്ഥിരമായിട്ട് ഓൺ ചെയ്യുന്ന നബുല് വരെ എന്താണ് മിണ്ടാതിരിക്കുന്നത്? കമോൺ കമോൺ. ഓരോ റീസൺസ് ഉണ്ട്. ശരി ശരി, ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. സാറേ, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, പവർ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ഓഫ് ആക്കുന്നത്. അപ്പൊ എങ്ങനെയാ? നല്ല മഴയാണ് സാർ ഇന്നലെ മുതല്. മഴയൊക്കെ ഉണ്ടാവും.
പറയും. സാറിന്റെ വോയിസ് കുറവാണോ? അത് എനിക്ക് മാത്രമാണോ? മൊത്തത്തില് കേൾക്കൽ കുറവ് പോലെ, ശബ്ദം കുറവുള്ള പോലെ തോന്നുന്നു. വോയിസ് അപ്പ് ചെയ്യാമോ? യെസ് പ്രോ ഓക്കെയാണോ? കേൾക്കുന്നുണ്ട്, വോയിസ് കുറവാണ്. കേൾക്കാത്തോണ്ടായിരിക്കും സാർ. ശരി, ഓക്കെ. ഇന്നലത്തെ അതേ സിസ്റ്റം തന്നെയാണ്. സിസ്റ്റം മാറിയിട്ടൊന്നുമില്ല. ക്യാമറ ഒക്കെ അല്ല, മൈക്കും അതൊക്കെ തന്നെയാണ് സംഭവം. ഓക്കെ, അപ്പൊ ഇന്നലത്തെ ആരാ വായിക്കുന്നത്? മുനീർ ഭായി ഒന്ന് പറഞ്ഞു എന്തൊക്കെ ഉണ്ടായി ഇന്നലെ എന്നൊക്കെ ഒന്ന് മറ്റുള്ളവരൊന്ന് വന്നവരെ കേൾക്കട്ടെ. പിന്നെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം, ടീം ലീഡേഴ്സ് ഇന്ന് വിളിച്ചുണർത്തണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ആദ്യത്തെ ഉഷാറ് 10-40 പേരുണ്ടായിരുന്ന ഉഷാറ് ഇപ്പൊ കിട്ടുന്നില്ല. ഇന്നലെ അത് 30 ചുരുങ്ങി, ഇന്ന് 20 താഴെ വന്നിട്ടുണ്ട്. നമ്മളൊരു പരിപാടി ആയിട്ടിരിക്കുന്നത് എന്തിനാ? നമ്മുടെ ഒപ്പം കുറച്ചു പേരെ കൂടി മുന്നോട്ട് കൊണ്ടുപോകണം തീരുമാനിച്ചിട്ടാ. അപ്പോ താല്പര്യമുള്ളവരെ നമ്മൾ, ക്ലാസ് മോശമായത് കൊണ്ടാണെങ്കിൽ നിർത്തിക്കോട്ടെ, കുഴപ്പമില്ല. അല്ലെങ്കിൽ രാവിലെ എഴുന്നേക്കാൻ പറ്റാത്തത് കൊണ്ടാണെങ്കിൽ നോക്കാം. ഓക്കെ, ശരി. സാറേ, ഈ സ്ഥിരമായിട്ട് പങ്കെടുക്കാത്ത ആൾക്കാരെ ഒഴിവാക്കിയിട്ട് നമുക്ക് പുതിയ കുറച്ച് ആൾക്കാരെ തരുമോ? ഞാനത് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് പങ്കെടുക്കാത്തവർക്ക് പകരം പുതിയ ആൾക്കാരെ കഴിഞ്ഞ ദിവസം ഇട്ട ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒഴിവാക്കണ്ട, അവരവിടെ ഇരുന്നോട്ടെ. എന്നാലും പുതിയ ആൾക്കാരെ അല്ല, ഞാൻ ഗ്രൂപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ആഡ് മാറ്റിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടുപേരോടെ തരികയാണെങ്കിൽ ഉള്ള ആൾക്കാരെ, താല്പര്യമുള്ളവരെ കോൺസെൻട്രേറ്റ് ചെയ്യിക്കായിരുന്നു. എങ്ങനെ? കേട്ടില്ല. താല്പര്യമുള്ള ആൾക്കാരെ അല്ല, ഗ്രൂപ്പ് നിന്ന് ഒഴിവാക്കാനല്ല, ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ടീമിൽ നിന്ന് മാറ്റി തരികയായിരുന്നെങ്കിൽ പകരം 2 ആൾക്കാരെ തരികയായിരുന്നെങ്കിൽ താല്പര്യമുള്ളവരെ അങ്ങ് മോട്ടിവേറ്റ് കഴിഞ്ഞ ചെയ്യാം. ദിവസം ഇട്ട ഗ്രൂപ്പിൽ 2 പേരെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, സനീഷില് നോക്കിയില്ലായിരുന്നോ? ഞാൻ ഒന്നുകൂടി ഞാനത് പേഴ്സണലായിട്ട് അയച്ചുതരാം. ഞാൻ പേഴ്സണലായിട്ട് അയച്ചില്ല തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതില് വേറൊരു കാര്യമുണ്ട്. പറയൂ. സാർ, റെക്കോർഡ് ക്ലാസ്സിൽ അതിരുന്നാൽ മതി. റെക്കോർഡ് ക്ലാസ്സിനാകുമ്പോൾ എല്ലാവരും അത് പിന്നെ അതിൽ കേൾക്കാലോ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഈ സുഖമായ ഉറക്കത്തിൽ നിന്ന് കളയാതെ റെക്കോർഡ് ക്ലാസ് കേൾക്കാലോ, അവർ ചിന്തയുണ്ടാവും. ആ ചിന്ത മാത്രമേ ഉള്ളൂ. റെക്കോർഡ് ക്ലാസ് അവർ കാണില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്കറിയാം ആരൊക്കെ കേറുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ള. എന്റെ ആപ്പിൽ നോക്കി എനിക്കറിയാം. അപ്പോ അതുകൊണ്ട് അതൊന്നും വലിയ അതില്ല, ആരും കേറുന്നില്ല, സംഭവിക്കുന്നൊന്നുമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ശരി, തുടങ്ങാം. മുനീർ ഭായ് പറയും. ഓക്കെ, ഇതെല്ലാം നമ്മള് സെയിൽസിനെ കുറിച്ചാണ് പറഞ്ഞത്. സെയിൽസിനെ, പിന്നെ അതിന്റെ സ്റ്റാറ്റിക്സ് മേക്കിംഗ്, പിന്നെ അതിൽ പുതിയ കസ്റ്റമർ, അതേപോലെ റിപ്പീറ്റ് കസ്റ്റമർ, ക്ലയന്റ്, അംബാസിഡർ. ഏത് കസ്റ്റമറിന്റെ ഈ ഒരു 3-4 പൊസിഷനിലാണ് നമ്മൾ കണ്ടെത്തേണ്ടതെന്ന് പറഞ്ഞു. അവരെ റിട്ടേൺ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അതുപോലെ യഥാർത്ഥ കസ്റ്റമറെ കണ്ടെത്താം, ടാർഗറ്റ് ഓഡിയൻസിനെ കണ്ടെത്തുക. അതിനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ശരി, എന്തൊക്കെ ഇന്നലെ കിട്ടിയ ഫീഡ്ബാക്സുകൾ ഒന്ന് ആരെങ്കിലും ഒന്ന് പറയും. അതായത് ഇന്നലെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് നിങ്ങൾ അത് എങ്ങനെ പ്ലാൻ ചെയ്ത് ഇന്നത്തെ ദിവസം എന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അതായത് നമ്മൾ സംസാരിച്ചിട്ട് ഹരിദാസേട്ടന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും ഹരിദാസേട്ടന്റെ പ്രൊഡക്റ്റിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായിരുന്നു. പക്ഷെ അത് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് എത്രത്തോളം ഗുണമുണ്ടായി എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുന്നുണ്ടായിരുന്നു? തീർച്ചയായിട്ടും സാർ, ഇന്നലെ അതാ പറഞ്ഞ രീതിയിൽ വെച്ചിട്ട് ഒരു സ്ട്രാറ്റജി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഓരോ ടാർഗറ്റ് ഓഡിയൻസിനെ അതൊക്കെ ആരൊക്കെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിങ്ങിനെ കുറിച്ച്, അതുപോലെ നമ്മളെ എക്സാക്ട് കസ്റ്റമർ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മാർഗങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് ഒരു ഓർഡർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും ഉപകാരപ്പെട്ടിട്ടുണ്ട് അന്നത്തെ ക്ലാസ്. ഇനി എനിബഡി എൽസ്, വേറെ ആരെങ്കിലും? യെസ് ബൈജു പറയൂ. സാർ, വീഡിയോ ഓൺ ആക്കാത്ത നെറ്റ്വർക്ക് ഇഷ്യൂ കാരനാണ് കേട്ടോ. ഇന്നലെ ഞാൻ ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടി 2 മൊഡ്യൂൾ പ്രിപ്പറേഷൻ നടത്തി. സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, നമ്മുടെ ഉള്ള ടോപ്പിക്സ് ആണ് അനൗൺസ് ചെയ്യാറ്. പക്ഷെ ഇത് ഞാൻ ആർക്കാണോ നമ്മള് ഇതിന്റെ ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റി അവർക്ക് പ്രസന്റ് ചെയ്യുന്നത്, അവർക്ക് അവിടുത്തെ സ്റ്റാഫ്, അവിടുത്തെ ഡയറക്ടേഴ്സ്
നെറ്റ്വർക്ക് പ്രശ്നമുണ്ട്, നല്ല പ്രശ്നമുണ്ട്. ട്രീറ്റുള്ള അങ്ങനെ ഓരോരുത്തർക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഞാൻ ഒരു മൾട്ടിപ്പിൾ നമ്മൾ ചെയ്തെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫാമിങ്ങിന് ഉള്ള ഒരു വേറൊരു മൊഡ്യൂളും പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു സ്റ്റാർട്ട് ചെയ്തു. 2 മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഇനി അതിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ പോയിന്റ് വൈസ് ആയിട്ടുള്ള മൊഡ്യൂൾ കൂടി ക്ലാസ് എടുക്കുന്ന രീതിയിലേക്ക് മാറ്റണം. അതിൽ അത്രയ്ക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് സാറിന്റെ ഒരു ഇൻസ്പിറേഷനിൽ നിന്നാണ്. താങ്ക് യു സർ. താങ്ക് യു, വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഇനി ആരെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം? യെസ് അനീഷ് ജി. സാറേ, എനിക്ക് ഞാനത് ശ്രദ്ധിക്കാണ്ട് പോയ ഒരു മേഖല ഉണ്ടായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഡോക്ടേഴ്സോ കസ്റ്റമേഴ്സോ ആയതുകൊണ്ട് തന്നെ ഞാൻ അതില് ഈ പിന്നെ ഈ എക്സിസ്റ്റിംഗ് കസ്റ്റമറോട് റെഫറൻസ് ചോദിക്കാറുണ്ടായിരുന്നില്ല. ശരിക്കും ഡോക്ടേഴ്സിന് ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, അതുപോലെ റിലേറ്റീവ്സ് ഡോക്ടേഴ്സ് ആയിട്ടുള്ള കുറെ സർക്കിൾ ഉണ്ട്. അതും കൂടെ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കാന്ന് ഒരു പോയിന്റ് കിട്ടി എനിക്ക്. വെരി ഗുഡ്. ഇനി ആരെങ്കിലും? ശരി, ഓക്കെ. ബേസിക്കലി നമ്മുടെ പ്രശ്നം ഇത് തന്നെയാണ്. എന്താ അറിയോ, നമ്മൾ എല്ലാവരും ക്ലോസിംഗ് ഇല്ലാത്തതിനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾക്ക് 10 പേരാണ് നിങ്ങളുടെ കസ്റ്റമർ ആയിട്ട് വേണ്ടത്. ആ 10 പേര് സെയിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 100 1000 പേര് വേണ്ടി വരും എന്നുള്ള കോൺസെപ്റ്റിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ രക്ഷപ്പെടും. ഏത് ബിസിനസ്സിന് രക്ഷപ്പെടാനുള്ള വഴികൾ അതുണ്ട്. അതായത് കസ്റ്റമറുടെ എണ്ണം, പ്രോസ്പെക്ട്സിന്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. ശരിക്കും പ്രോസ്പെക്ട് ആവുന്ന ആളുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് കസ്റ്റമറുടെ എണ്ണം കൂട്ടാനുള്ള വഴി. ബേസിക്കലി ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്, ഞാൻ പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്ന പരിപാടി നിർത്താറില്ല. അതായത് പുതിയ കസ്റ്റമറെ കണ്ടുപിടിക്കുന്ന പരിപാടി ഞാൻ നിർത്തുന്നതില്ല. അതിങ്ങനെ കണ്ടിന്യൂസ് ഇത് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്ന് 20 പേരാണെങ്കിൽ നാളെ 30, 50, 100 അങ്ങനെ പുതിയ മേഖലകളിലേക്ക് ആക്ച്വലി വർക്ക്ഔട്ട് ചെയ്യും. ഇപ്പൊ ഈ സെഷൻ തന്നെ നിങ്ങൾ ആലോചിച്ചു, എത്ര പേര് എന്നെ പുതിയതായിട്ട് കണ്ടവരുണ്ട് ഇതിൽ. എനിക്ക് തോന്നുന്നു ഒരു 80-85% ആളുകളും ഇതിൽ എന്നെ പുതിയതായിട്ട് എന്നെ കാണുന്നവരാണ്. അതിന്റെ മുന്നേ ഒരു വട്ടം, 1.5 വട്ടം അല്ലെങ്കിൽ ഒരു വീഡിയോസിലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോയിലോ മാത്രം കണ്ട് പരിചയമുള്ള എന്നെ ഒരുപാട് പേര് രാവിലെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രോസ്പെക്റ്റിംഗ് മെത്തേഡായിട്ട് ഞാൻ കണക്കാക്കും. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട പരിപാടി. സെയിൽ ക്ലോസ് കുറവാണെങ്കിൽ ഇൻക്രീസ് യുവർ പ്രോസ്പെക്ട്സ് എന്നുള്ളതാണ് ശരിക്കും സിഇഒ എന്ന നിലയ്ക്ക് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. എങ്ങനെ അത് വർക്ക്ഔട്ട് ചെയ്യാമെന്നുള്ളത് വളരെ വളരെ ഇതാണ്. അതായത് എന്തൊക്കെ മെത്തേഡുകൾ നമ്മളിപ്പോ ഉപയോഗിക്കുന്നുണ്ട് പ്രോസ്പെക്റ്റിങ്ങിന്, കസ്റ്റമറെ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്തൊക്കെ മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്? ഒന്ന് ചാറ്റിലേക്ക് ഇടാൻ പറ്റും. നിങ്ങളിപ്പോ കസ്റ്റമറെ കണ്ടുപിടിക്കാൻ എന്തൊക്കെ മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് ചാറ്റിലേക്ക് ഇടാൻ പറ്റും. എനിബഡി ഒന്നിട്, എന്തൊക്കെ മെത്തേഡുകൾ ഇപ്പോ കസ്റ്റമറെ കണ്ടുപിടിക്കാൻ, ലീഡ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ മെത്തേഡുകൾ ഉപയോഗിക്കുന്നുണ്ട്? ഒന്ന് അറിയണം. ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് റെഫറൻസ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് റെഫറൻസ്, സോഷ്യൽ മീഡിയ, customer survey through retailers. Okay, digital marketing. Direct lead generation. Okay. Face-to-face family friend circle. Okay. ഞാൻ ഇതിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തറിയോ, ഇവിടെ ഇരിക്കുന്നവരിൽ എല്ലാവരും ഉപയോഗിക്കുന്നത് ഒരു മെത്തേഡ് അല്ലെങ്കിൽ മാക്സിമം 2 മെത്തേഡ്. ശരിയല്ലേ? ഒരു മെത്തേഡ് ഒന്നില്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട് സർക്കിൾ. ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ, നിങ്ങളുടെ വീട്ടിലെ ഒരു ഇരിപ്പിടം, സ്റ്റൂൾ എന്ന് വെക്കാണ്, ഒരു സ്റ്റൂൾ അല്ലെങ്കിൽ കസേര, ഒരു ചെയർ. ആ ചെയറിന് എത്ര കാലുണ്ട്? നിങ്ങളുടെ വീട്ടിൽ ചെയറിന് എത്ര കാലുണ്ട്? 4 ഉണ്ടോ? ഉറപ്പാണോ? ഓക്കെ.
നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇന്ന് തൊട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ 3 കാല് വെട്ടിക്കളയുക, എന്നിട്ട് ഒരു കാലുമ്പിൽ നിർത്തുക. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. കാരണം നിങ്ങളുടെ സുരക്ഷിതമായിട്ട് നിങ്ങളുടെ ബിസിനസ് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെയറിന് പോലും 4 കാല് വേണം. വേണ്ടേ? വേണ്ടേ? ആ 4 കാല് ചെയറിന് മിനിമം 3 കാല് വേണമല്ലോ. നമ്മുടെ 3 കാലുള്ള സ്റ്റൂള് കണ്ടിട്ടുണ്ട് അല്ലെ? 3 കാല് മിനിമം വേണമല്ലോ. 4 ഏറ്റവും സുരക്ഷിതം, 5 വളരെ പെർഫെക്റ്റ്, 6 വളരെ വളരെ പെർഫെക്റ്റ് അല്ലേ? ശരിയല്ലേ? നിങ്ങളെ ഊട്ടേണ്ട, നിങ്ങളുടെ കുടുംബം നടത്തേണ്ട, നിങ്ങളുടെ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട, നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ മുന്നോട്ട് പോവേണ്ട നിങ്ങളുടെ ബിസിനസ് നമ്മുടെ ഈ റോഡ് സൈഡിൽ സർക്കസ് കാണിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ? റോഡ് സൈഡിൽ സ്ട്രീറ്റ് സർക്കസ് കാണിക്കുന്ന, മൂക്കിന്റെ തുമ്പത്ത് നെറ്റിയുടെ മുകളിലൊക്കെ ഓരോ പോള് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു കൊച്ചിനെ വെച്ചിട്ട് ബാലൻസ് ചെയ്ത് കളിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ആ ബാലൻസ് ചെയ്ത് കളിക്കുന്ന അതേ ജോലിയാണ് ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. എനിക്ക് ഒരു മടിയില്ല. ഇവിടെ ഒരേ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്ക് മാത്രമേ, പ്രോസ്പെക്ട് ടെക്നിക്ക് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് സ്ട്രീറ്റ് സർക്കസ് കളിച്ചുകൊണ്ടിരിക്കുക, മൂക്കിന്റെ തുമ്പത്തോ അല്ലെങ്കിൽ നെറ്റിപ്പുറത്തോ ഒരു പോള് വെച്ച് അതിന്റെ പുറത്ത് നിങ്ങളുടെ ഹോൾ ഫാമിലിയെ, നിങ്ങളുടെ എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടോ അതിനെയൊക്കെ വെച്ച് അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ബിസിനസിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ വൺ സൈഡ് മാർക്കറ്റിംഗ് മാത്രമേ നോക്കുന്നുള്ളൂ, മിക്കവാറും വൺ സൈഡ് പ്രോസ്പെക്റ്റിംഗ് മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. സിഇഒ മസ്റ്റ് ഹാവ് ഡിഫറെന്റ് പ്രോസ്പെക്റ്റിംഗ് ടൂൾസ്, ഡിഫറെന്റ് പ്രോസ്പെക്റ്റിംഗ് സ്ട്രാറ്റജീസ് ടു ഹാവ് എ ഗുഡ് ബിസിനസ്. ഒരു സിഇഒക്ക് നിർബന്ധമായിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള, വ്യത്യസ്ത തരമായിട്ടുള്ള സ്ട്രാറ്റജികൾ വേണം. ഒരേ ഒരു സ്ട്രാറ്റജിയിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടിട്ടുള്ളത്. റഫറൽസ്, അഭിരാം എഴുതിയ റഫറൽസ്, അഭിരാമെ, റഫറൽസ് കിട്ടുന്നത് ഒരു പരിധിയുണ്ട്. റഫറൽസ് കിട്ടുന്നതിന് ഒരു പരിധിയുണ്ട്. എല്ലാ കാലത്തും റഫറൽസ് ആണ് എങ്കിൽ നിങ്ങൾ എന്താണ് അറിയോ, നിങ്ങൾ പ്രോസ്പെക്ടിങ്ങിന് പൈസ ഇറക്കാനുള്ള മടി കൊണ്ട് റഫറൽസ് ആണ് കുറച്ചും കൂടി ഈസി, ട്രസ്റ്റ് സോഴ്സ് കുറച്ചും കൂടി ഈസി ആണെന്നുള്ളത് കൊണ്ടാണ് റഫറൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നല്ലതാണ്, പക്ഷെ റഫറൽസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇവിടെ ആരോ പറഞ്ഞു ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ പ്രോഡക്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, നിങ്ങളുടെ പ്രോഡക്റ്റിനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി കാണിച്ചുകൊണ്ടൊന്നും കസ്റ്റമർ വരില്ല. അവൻ പല വിധം നോക്കും, നിങ്ങളുടെ സോഷ്യൽ മീഡിയ നോക്കും, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കും, പല കാര്യങ്ങളും നോക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. സാറേ, ഞാൻ ഒരുപാട് പൈസ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെലവഴിക്കുന്നുണ്ട്, എന്റെ ടീമിന് ലീഡ് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് സ്ഥിരമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു കംപ്ലൈന്റ്. അതിന് പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ ഇപ്പോഴത്തെ കസ്റ്റമർ സ്വഭാവം മോശമെന്ന് ഞാൻ പറയുന്നതിന് ഒന്നും തോന്നുന്നില്ല. പക്ഷെ രണ്ടാമത്തത്, അവരെ കൺവിൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് വളരെ സിമ്പിൾ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നതിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, യു മസ്റ്റ് ഹാവ് മിനിമം 4 സ്ട്രാറ്റജീസ് ടു പ്രോസ്പെക്ട് ദ കസ്റ്റമർ. ഏറ്റവും മിനിമം ഒരു 4 സ്ട്രാറ്റജി, ഡിഫൈൻ ചെയ്ത സ്ട്രാറ്റജി 4 നിങ്ങൾക്ക് വേണം. ഓക്കെ, ആ സ്ട്രാറ്റജീസ് തന്നെ നിങ്ങൾക്ക് ന്യൂ കസ്റ്റമറെ കണ്ടുപിടിക്കാനുള്ള സ്ട്രാറ്റജി വേറെ ആയിരിക്കണം, റിപ്പീറ്റഡ് കസ്റ്റമറെ കണ്ടുപിടിക്കാനുള്ള സ്ട്രാറ്റജി വേറെ ആയിരിക്കണം, ക്ലയന്റ് എന്ന് പറയുന്ന ആളുകളെ കണ്ടുപിടിക്കേണ്ടത്, അംബാസിഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കേണ്ടത്, എല്ലാം ഡിഫറെന്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഒരു സിഇഒന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. എത്ര പേർക്ക് ഇപ്പൊ 4 സ്ട്രാറ്റജി ഉണ്ട് ഇവിടെ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, 4 സ്ട്രാറ്റജി എനിക്കുണ്ടെന്ന് പറഞ്ഞേ. ഹരിദാസേട്ട, നമ്മുടെ കച്ചവടം സൂപ്പർ മാർക്കറ്റുകളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നടത്തുന്നതാണ് ഹരിദാസേട്ടന് പറ്റുന്ന പ്രശ്നം. ഹരിദാസേട്ടനെ സംബന്ധിച്ചോളം സൂപ്പർ മാർക്കറ്റുകളിൽ ഉണ്ടാവണം. ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മൾ ഇന്നലെ സംസാരിച്ച പോലെ ഓൺലൈനിൽ നമ്മുടെ പ്രസൻസ് വേണം, ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ വഴി നമ്മുടെ പ്രസൻസ് വേണം. ഞാൻ പറയുന്നത് രണ്ടാമത്തെ ഓൺലൈൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ പ്രസൻസ് വേണം. സോഷ്യൽ മീഡിയ വഴി നമ്മൾ പ്രസൻസ് വേണം.
വേറെ ഏതെങ്കിലും ഒരു ഏരിയ, അതായത് കുടുംബശ്രീ പോലുള്ള, അല്ലെങ്കിൽ സ്ത്രീകളുടെ കൂട്ടായ്മ, അല്ലെങ്കിൽ ഇന്നലെ ആൻസി മാഡം പോയ പോലെ എക്സിബിഷൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം വേണം. ഇങ്ങനെ 4 സിസ്റ്റങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ആവും, കൂടും, ഇല്ലേ? നമ്മളിപ്പോ സൂപ്പർ മാർക്കറ്റുകളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പ്രോസ്പെക്റ്റിംഗ് ഒരൊറ്റ വഴി കൂടെ മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. അതായത് നമ്മളെ സംബന്ധിച്ചുള്ള നമുക്ക് ഒരു രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് 10ആയി ഡിവൈഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് കറണ്ട് ബില്ല് അടയ്ക്കണം, റെന്റ് അടയ്ക്കണം, നമ്മുടെ ചെലവ്, മറ്റുള്ളത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകും. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഒരൊറ്റ വരുമാനമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒറ്റ ഏരിയയിലുള്ള വരുമാനമേ ഉള്ളൂ, ഒരൊറ്റ സോഴ്സിലൂടെയുള്ള വരുമാനമേ ഉള്ളൂ. അത് നിങ്ങൾ 10ആയിട്ട് 15ആയിട്ടും 100ആയിട്ടും ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു 4 ഹോളിലൂടെ വരുമാനം വരുന്നുണ്ടെങ്കിലോ, 4 ഏരിയയിലൂടെ വരുമാനം വരുന്നുണ്ടെങ്കിലോ, അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് ഒരു സിഇഒ ശരിക്ക് അവന്റെ സെയിൽസ് സ്ട്രാറ്റജിയെ ഡെഫിനറ്റ്ലി വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്ന് ഞാൻ പറയുന്നത്. ഫൈൻഡിങ് ദ റൈറ്റ് കസ്റ്റമർ, കസ്റ്റമറുടെ ബയർ പേഴ്സോണ സെറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്? കസ്റ്റമറുടെ ഈ ബയർ പേഴ്സോണെ കിടക്കുന്ന ഈ ബിസിനസ്സുകാരന്റെ ബയർ പേഴ്സോണെ കിടക്കുന്ന ഈ കസ്റ്റമറെ കൊണ്ടുവരാൻ ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നോളജികളും ഡിഫറെന്റ് ആയിട്ടുള്ള ടൂൾസുകളും ഉപയോഗിക്കുക എന്നുള്ളത്. ശരിയാണോ? ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ? എനിക്കിത് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. ഇത് പറഞ്ഞ് സൈഡ് സംസാരിച്ച് കിടന്നാൽ മുന്നോട്ട് പോവില്ല. ആരാ ഇന്നലെ ഹരിദാസേട്ടൻ കടന്നു വന്ന പോലെ ആരുടെ ബിസിനസിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്? പറയാൻ നമുക്ക് സംസാരിക്കാം. ദാറ്റ് വിൽ ബി ബെറ്റർ. പറഞ്ഞോ, ഓടി പറഞ്ഞോ. ആര് വേണമെങ്കിൽ വന്നോ, നമുക്ക് അതിനുള്ള സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാം. ഇന്നലെ ഹരിദാസേട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പലർക്കും പല കാര്യങ്ങളും മനസ്സിലായത്. ശരിയല്ലേ? ഇന്ന് ആരെ പറ്റിയാണ് സംസാരിക്കുന്നത്? ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാം. ആർക്കും താല്പര്യമില്ല? സ്വന്തം ബിസിനസ്സിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് ആർക്കും താല്പര്യമില്ല? സർ ഗുഡ് മോർണിംഗ്. മോർണിംഗ് വിജയ്. വിജയാണ് സർ. പറയും. സർ, എൻ്റെ ബിസിനസ് B2B ബിസിനസ് ആണ്. അതിൽ ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സീസൺ വൈസ് ബിസിനസ് ആണ് നമ്മൾ നോക്കുന്നത്. സ്കൂളാണ് ഞങ്ങളുടെ മെയിൻ ടാർഗറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ സാർ ഈ പറയുന്ന പോലെ പല രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. ഒന്ന്, ഒരാളിൻ്റെ ഒരു അഭിപ്രായം, ഒരു കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകാരം ഞങ്ങൾ വലിയ രീതിയിൽ ഡിജിറ്റൽ മീഡിയയിൽ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ അവിടെ കിട്ടുന്ന ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നമുക്ക് ഇതുവരെയും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം അതിൽ എന്തൊക്കെയാ ബിസിനസ്സുകാരനെ കിട്ടിയില്ല. അതെ, അതായത് സ്കൂളിലെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ മാനേജർ, അഡ്മിനിസ്ട്രേറ്റർ ഇവരൊക്കെയാണ് നമുക്ക് ഒരു ഡിസിഷൻ തരുന്നത്, അല്ലാതെ സ്കൂളിലെ ടീച്ചർ അല്ല. അപ്പം അവരിലോട്ട് എത്തുന്നതിൽ ഒരുപാട് പ്രയാസം ഉണ്ടായിരുന്നു. രണ്ടാമത് നമുക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീറ്ററിന്റെ എൻക്വയറിയാണ് ഒരുപാട് വന്നിരുന്നത്. അപ്പം നമ്മൾ അറിയത്തില്ല ഇവരെ സ്കൂളിൽ അവരുടെ പ്രൊഫൈലിലൊന്നും നമ്മൾ കാണാൻ കഴിയില്ല. കാരണം ജസ്റ്റ് ഒരു കോൾ വരുന്നു, നമ്മൾ തിരിച്ച് റിപ്പീറ്റഡ് കോൾ ചെയ്യുന്നു, ഒരു ടോക്ക് സംസാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാമ്പിൾ അയച്ചോളൂ. അപ്പോൾ സാമ്പിൾ അയക്കുന്നത് എൻ്റെ പേരിൽ അയച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര്. അപ്പോൾ ഒരുപാട് സാറിന് അറിയാലോ, ഒരു സാമ്പിൾ അയക്കുക, ഇത്രയും കോള്, അല്ലെങ്കിൽ ഒരു 15 ഡേയ്സിൻ്റെ പ്രോസസ്സൊക്കെ ആയിരുന്നു. ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളെല്ലാം സാമ്പിളൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷം അവർ പറഞ്ഞു ഞങ്ങൾ ആലോചിക്കട്ടെ. അപ്പം വീണ്ടും നമ്മൾ അവരുടെ പ്രൊഫൈല് രണ്ടാമതും ഒരു കോൾ ബാക്ക് ചെയ്തിട്ട് സാർ ഏത് സ്കൂളിൽ ഏതാണ്, അപ്പോൾ അതിനൊന്നും അവർക്ക് ഒരു ആൻസർ ഇല്ല. എസ്പെഷ്യലി നമ്മുടെ നോർത്ത് മലബാർ കേസിലൊക്കെ ആയിരുന്നു ഒരുപാട് നമുക്ക് കോൾ വന്നിരുന്നത്. എല്ലാവർക്കും ജസ്റ്റ് ഒരു #, അവരുടെ എന്താണ് മെറ്റീരിയൽ എന്താണ് അല്ലെങ്കിൽ സാമ്പിൾ എന്താണ്. അപ്പം നോർമലി അവരുടെ കയ്യിൽ ഇരിക്കുന്ന അതേ സാമ്പിളുമായിട്ടൊക്കെ ഈക്വലൻ്റ് ആകുമ്പോഴത്തേക്കും അവരാരും താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മെസ്സേജിനകത്ത് ഞാൻ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞത്. കാരണം നമുക്ക് എല്ലാം ഒരു ഫ്രീസിങ് ആയിട്ടുള്ള ഒരു ടൈമിംഗ് ആണ്. 5 മണിക്കൂറേ നമുക്ക് വർക്ക് ചെയ്യാൻ കിട്ടുന്നുള്ളൂ. കാരണം 9:30 to 3:30. പിന്നെ ഓബിയസ്ലി നമുക്ക് എല്ലാ ദിവസങ്ങളും എല്ലാ മാസങ്ങളും ഇപ്പം അടുത്ത മാസമൊക്കെ നോക്കുമ്പോൾ ഏകദേശം 5 ദിവസമാണ് ലീവായിട്ട് പബ്ലിക് ഹോളിഡേയ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് മിക്കവാറും ഈ കളക്ടർമാരുകൾ അവധിയൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സെഗ്മെന്റിനെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. പക്ഷെ അതും ഈ ഒരു 2-3 മാസത്തിനകത്ത് ആ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആകുന്നുണ്ട്. അപ്പോൾ പാരലി ഞങ്ങൾ വേറെ വർക്കുകളും എടുത്ത് ചെയ്യുന്നുണ്ട്. എന്നാലും നമുക്ക് ആ ഒരു ഹ്യൂജ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു നല്ലൊരു വർക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് പിന്നെ മാസങ്ങളിൽ നമുക്ക് തുടർന്ന് പോകാൻ കഴിയുന്നില്ല. അപ്പം ഇതാണ് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി, എന്നാലും
അത്രയങ്ങ് അല്ല, കണ്ട് അതില് വിജയ് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വിജയ് ബേസിക്കലി സീസൺ ബിസിനസ് എന്ന് പറയുന്നത് എല്ലാ ഏരിയയിലും ഉണ്ട്. ചില ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ളത് സീസൺ ബിസിനസ് ആണ്. അതുപോലെ തന്നെ ചില ഈ പറഞ്ഞ പോലെ എന്താ പറയാ, കല്യാണങ്ങള് സീസൺ ബേസ്ഡ് ആണ്. അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് സീസൺ ബേസ്ഡ് ആയിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ബേസിക്കലി ഇപ്പൊ താങ്കൾ ചെയ്യേണ്ട കാര്യം, താങ്കൾക്ക് അറിയാം താങ്കളുടെ കസ്റ്റമർ പ്രിൻസിപ്പാൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ദ സ്കൂൾ. ഓക്കെ, ഇവരെ ഡയറക്റ്റ് മീറ്റ് ചെയ്തേ പറ്റൂ. ഷുവർ, ഓക്കെ. പക്ഷെ താങ്കൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? താങ്കൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തി എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ചിരിച്ചു. എന്റെ മനസ്സിൽ ഞാൻ ചിരിച്ചു. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം B2B എന്ന് പറയുന്നതിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ നോട്ട് വർക്ക്. എന്തുകൊണ്ടാണ്? B2Bയിൽ നമ്മൾ എത്രത്തോളം ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തി കഴിഞ്ഞാലും യഥാർത്ഥ കസ്റ്റമറെ, യഥാർത്ഥ ഡിസിഷൻ മേക്കറെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ശ്രദ്ധ അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചുള്ള ശ്രദ്ധ മറ്റുള്ള കോമ്പറ്റേറ്റേഴ്സും അല്ലെങ്കിൽ ഭാവിയിൽ കോമ്പറ്റേറ്റർ ആവാൻ സാധ്യതയുള്ള ആളുകളുമാണ് ഉണ്ടാക്കാൻ സാധ്യത. ഓക്കെ, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യുദ്ധത്തിൽ പല മുറകളുമുണ്ട്. 4 പേര് പടയാളികൾ ഉണ്ടെങ്കിൽ യുദ്ധത്തിൽ പല മുറകളുണ്ട്. അല്ലെങ്കിൽ നമുക്കൊരു ഫുട്ബോൾ എടുക്കാം. ഫുട്ബോളിന്റെ ഒരു എക്സാമ്പിൾ എടുക്കാം, പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഫുട്ബോളിൽ 4-4-3 എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്, അല്ലെ? 4-4-3-3 അല്ലെ? 4-4-4-3-7-3-10. അതെ, 4-4-3 എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. എന്താണ് 4-4-3? ഡിഫൻസിൽ 4 പേര്, സെന്ററിൽ 3 പേര്, ഫോർവേഡിൽ 3 പേര്. എന്നാൽ അർജന്റീനയെ പോലുള്ള ചില കളികൾ എന്താ ചെയ്യുന്നത്? മെസ്സി എന്ന് പറയുന്ന ആളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തൊട്ടിപ്പുറത്ത് ഡി മരിയ പോലുള്ള 2-3 പേരുകളെ ബാക്കിൽ നിർത്തി, അതിന്റെ ബാക്കിൽ സെന്റർ ഫോർവേഡ്സിനെ നിർത്തി, മിഡിൽ പേഴ്സൺസിനെ നിർത്തി, അതിന്റെ പിന്നിൽ ഡിഫൻസേഴ്സിനെ നിർത്തുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാ. അതായത് ഇറ്റ് വിൽ ബി ലൈക്ക് ആൻ ആരോ. അവരുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് 4-3-2-1 അങ്ങനെ ആയിരിക്കും. അതെ, 4-3-2-1 കറക്റ്റ്. 4-3-2-1 കേട്ടോ. രാമേന്ദ്രേട്ടൻ ഫുട്ബോൾ കളിക്കാരനാണ്, അപ്പൊ ഫുട്ബോൾ താല്പര്യമുള്ള ആളാണ്, പെട്ടെന്ന് വന്നു. ഈ 4-3-2-1 പറയുന്ന ഫോർമാറ്റിലെ ഏറ്റവും പ്രത്യേകത എന്താ പറയുന്നത്? മെസ്സി എന്ന് പറയുന്ന ആളെയാണ്, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ, അവർ സ്ട്രാറ്റജികളൊക്കെ മാറ്റുന്നുണ്ട്. മെസ്സി എന്ന് പറയുന്ന ആളാണ് അവരുടെ ഗോൾ മേക്കർ അല്ലെങ്കിൽ ഗോൾ ഉണ്ടാക്കുന്ന ആള്. അവരെ സപ്പോർട്ട് ചെയ്യാൻ ബാക്കിൽ ഡീമറിയെയും അല്ലെങ്കിൽ മറ്റുള്ള ആളെ 2 പേരെ നിർത്തുന്നു, അവരെ മെസ്സിയെ സപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ സാധാരണ രീതിയിൽ എന്ത് സംഭവിക്കും? മെസ്സിയെ ഡിഫൻഡേഴ്സ് തടുക്കുന്ന സമയത്ത് അപ്പുറത്തിലൂടെ റൈറ്റ് വിങ്ങിലൂടെയോ ലെഫ്റ്റ് വിങ്ങിലൂടെയോ മറ്റുള്ള ആളുകൾ ഓടിക്കും. ശരിയല്ലേ? താങ്കൾ ഉപയോഗിക്കേണ്ട തന്ത്രം അതാണ്. എന്തറിയോ? ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആയിരിക്കും നിങ്ങളുടെ മെസ്സി. ഓക്കെ, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആയിരിക്കും നിങ്ങളുടെ മെസ്സി. പക്ഷേ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പ്രിൻസിപ്പൽ, ഉദാഹരണം പറയുന്നത്, ഒരു പ്രിൻസിപ്പാൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ കിട്ടി, വിജയ് പോയിട്ട് പ്രസന്റേഷൻ നടത്തും, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. പക്ഷെ പ്രിൻസിപ്പാൾ നോക്കുന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും അറിയോ? ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞ 2 പേരുകൾ ഉണ്ടായിരിക്കും. ഇന്ന സ്കൂളിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും റഫറൽ എന്ന് പറയുന്നത് നിങ്ങൾ സൈഡിലൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോ ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ നിങ്ങൾ അഥവാ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവനോട് വിശ്വാസം വന്നിട്ടില്ലെങ്കിൽ ഈ റഫറലുകൾ ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കും. എന്താണ്? ഇവർ വിളിച്ച് ചോദിക്കുക. കാരണം ഇവർ പല കലോത്സവങ്ങൾക്കും സ്പോർട്സിനും അല്ലെങ്കിൽ പ്രിൻസിപ്പാളൊക്കെ നല്ല പരിചയം ഉണ്ടായിരിക്കും. ഇതെങ്ങനെ ഒരു സംഭവം വന്നിരുന്നോ? അപ്പോ യെസ്, വന്നിട്ടുണ്ടായിരുന്നു, കൊള്ളാം. ആര്? റഫറൻസ് വന്നു. അതേ സമയത്ത് അപ്പുറത്ത് ഇവൻ എന്ത് ചെയ്യും അറിയോ? ഇവൻ ഓൺലൈനിൽ അടിച്ചു നോക്കും, ഉറപ്പായിട്ടും ഓൺലൈനിൽ അടിച്ചു നോക്കും. ആ സമയത്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ സ്ട്രോങ് ആണെങ്കിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ല ഞാൻ പറഞ്ഞത്, സോഷ്യൽ മീഡിയ സ്ട്രോങ് ആണെങ്കിൽ, ഓക്കെ, സോഷ്യൽ മീഡിയ സ്ട്രോങ് ആണെങ്കിൽ അതിൽ ഡിഫറൻറ്റ് സ്കൂളുകളെ കുറിച്ച് കാണിക്കുന്നു, നിങ്ങൾ കൊടുത്ത ID കാർഡുകളുടെ ഡീറ്റെയിൽ കാണിക്കുന്നു, ഓരോ സ്റ്റുഡൻസിന്റെ അഭിപ്രായം അല്ലെങ്കിൽ വീട്ടുകാരുടെ അഭിപ്രായം അല്ലെങ്കിൽ പാരന്റ്സിന്റെ അല്ലെങ്കിൽ പ്രിൻസിപ്പാളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട് നടക്കുന്ന ആക്ടിവിറ്റികളൊക്കെ കാണിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഓക്കെ, ദേ ആർ ഡൂയിങ് വെരി ഗുഡ്. ഇവർ കുറെ സ്കൂളുകളിൽ ചെയ്യുന്നതാണ്, ഞങ്ങളുടെ കോമ്പറ്റേറ്റർ സ്കൂൾ ഇവരാ ചെയ്യുന്നത്, അവര് വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കണം, അപ്പൊ ഞങ്ങളും വാങ്ങാം എന്ന് തീരുമാനം എടുക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ലാസ്റ്റത്തെ 2-1 കണ്ടോ? അതായത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഒറ്റയ്ക്ക് എഫക്റ്റീവ് ആവണമെന്നില്ല, പക്ഷെ ഡയറക്റ്റ് മാർക്കറ്റിംഗിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയും റഫറലും ആയിരിക്കാം. അപ്പൊ നിങ്ങളുടെ പ്രസന്റേഷൻ സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈവൻ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാം. മനസ്സിലായില്ലേ?
ചില സമയത്ത് നമ്മൾ നാല് പേര് സെന്റർ ഫോർവേഡ് നിർത്തേണ്ടി വരും. ഉദാഹരണമായിട്ട് പറയുന്നത് പിങ്കിയെ സംബന്ധിച്ചിടത്തോളം പിങ്കി ഓവർസീസ് എഡ്യൂക്കേഷൻ ആണ്. പിങ്കിയെ സംബന്ധിച്ചിടത്തോളം പിങ്കിക്ക് ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് റഫറൽസ് മാത്രമാണ്. റഫറൽ കിട്ടിക്കൊണ്ടിരിക്കും, പഴയ സ്റ്റുഡൻസിന് റഫറൽസ് കിട്ടിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തത് ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ ലീഡ് വന്നുകൊണ്ടേയിരിക്കും. മൂന്നാമത്തത് പിങ്കി ചെയ്തിരിക്കുന്നത് കുറെ ഡാറ്റാബേസ് കളക്ട് ചെയ്തിട്ടുണ്ട്, കോൾഡ് കോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കോൾഡ് കോളിംഗ് മാത്രമാണ്. നാലാമത്തെന്ന് പറയുന്നത് മേ ബി എന്താ പറയാ വേറെ ഇപ്പോ എക്സിബിഷൻസ്, ഇപ്പൊ ഇന്നലെ ആൻസിമേടൊക്കെ പോയ പോലെ തന്നെ എക്സിബിഷൻസിലായിരിക്കും ചിലപ്പോ പിങ്കി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ ആ ഇത് നാലും ഡെവലപ്പിംഗ് ഇല്ല പിങ്കി. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നിന്ന് മാത്രമായിട്ട് അഡ്മിഷൻസ് വരാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാത്രമായിട്ട് റഫറൻസ് നിന്ന് മാത്രമായിട്ട് വരാം. ഇതിന്റെ ബാക്ക് പിന്നെ നമ്മുടെ എന്താ പറയാ മറ്റുള്ള സംഭവങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ വരാം. പക്ഷെ അതിന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പിങ്കി ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയ. ഇവര് വരുമ്പോ തെരഞ്ഞു നോക്കുമ്പോ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നതിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇവര് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ മുന്നിൽ നിൽക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ, ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ, കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയ പിന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ വർക്കൗട്ട് ആവും. ഞാൻ പറയുന്ന സ്ട്രാറ്റജി മനസ്സിലായോ? അതായത് റഫറൽ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ തപ്പിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു കോൾഡ് കോളിംഗിൽ ഒരു കോള് പോയി കഴിഞ്ഞാൽ അവർ അടിച്ചു നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്ട്രോങ് ആണ്. ഇങ്ങനെ പറയുന്ന ഈ 4 കാര്യങ്ങളും പിങ്കിയെ സംബന്ധിച്ചോളം ഇതാണ്. പക്ഷെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യു മസ്റ്റ് ഹാവ് മോർ ദാൻ 2 സ്ട്രാറ്റജീസ് ടു ഹാവ് ദ ബെസ്റ്റ് ബിസിനസ്. 2 സ്ട്രാറ്റജിയിൽ കൂടുതൽ നിർബന്ധമായിട്ടും വേണം, മിനിമം 3 വേണം. ഞാൻ പറഞ്ഞേ മുക്കാലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. മുക്കാലി എന്ന് പറയുന്നത് സ്ഥലം മാത്രമല്ല, മുക്കാലി എന്ന് പറയുന്ന ഒരു സ്റ്റൂൾ അല്ലെ, സ്റ്റൂൾ അങ്ങനെയല്ല, 3 കാലുള്ള സ്റ്റൂള്. അത് ഇരിക്കും, നമുക്ക് സേഫ് ആണ്, കുഴപ്പമില്ല. പക്ഷെ 2 കാലിൽ ഒരേലും ഒരു സ്റ്റൂൾ ഇരിക്കും, ഒരു കാലിൽ നമുക്ക് ഇരിക്കും. അതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ബിസിനസ്സിൽ. ഏറ്റവും മിനിമം ഒരു 4 സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആണ്. ഇപ്പൊ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന്റെ ബിസിനസ്സിന് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ. കാരണം നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സിനെ കൂടി കൊണ്ടുവരാം, കടത്ത് ചികിത്സ ഉള്ള സ്ഥലമാണ്. അതേപോലെ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിർത്താം. ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ബ്ലോഗേഴ്സിനെ ഉപയോഗിക്കാം. ബ്ലോഗേഴ്സിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അവിടെ വന്ന് അവരത് കാണിച്ചു കൊണ്ട് ചെയ്യുന്ന ബ്ലോഗിംഗ് എന്ന മെത്തേഡ് ഉപയോഗിക്കാം. അതേപോലെ തന്നെ റെഫറലുകൾ ഉപയോഗിക്കാം, ശരിയല്ലേ? റെഫറലുകൾ ഉപയോഗിക്കാം. അതേപോലെ പഴയ കസ്റ്റമർ, റിപ്പീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമർക്ക് കോൾ ചെയ്ത് അവരെ വീണ്ടും കൊണ്ടുവരാം. അത് റെഫറൻസ് അല്ല, പക്ഷെ റിപ്പീറ്റഡ് കസ്റ്റമർ വർക്ക്ഔട്ട് ചെയ്യുന്ന രീതിയാണ്. ഇത് പ്രോസ്പെക്ടിങ്, ദിസ് ഇസ് കോൾഡ് പ്രോസ്പെക്ടിങ്. ഇതൊന്നും ചെയ്യാണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വിളിച്ചു, ഞാൻ 10 പിള്ളേരെ വിളിച്ചു, ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇവിടെ സുഷിൻ ഉണ്ട്, സുഷിൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന വ്യക്തിയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സുഷിൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെയൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സുഷിനാണ് ചെയ്യുന്നത്. സുഷിൻ പറയുന്ന കാര്യം, നിങ്ങൾ ഇടുന്നതിന് മുന്നേ റിസൾട്ട് പ്രതീക്ഷിക്കരുത്. ഇത് ഒരു പ്രോസസ്സാണ്. ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ ആ ലീഡ് അവന് ട്രസ്റ്റ് ആവുന്ന സമയത്ത് മാത്രമേ വിശ്വാസം വരുന്ന സമയത്ത് മാത്രമേ അവൻ റെഡി ആവുന്നുള്ളൂ കസ്റ്റമർ, ശരിയല്ലേ? അതിലേക്ക് എത്താൻ നിങ്ങളുടെ അടുത്ത് സ്ട്രാറ്റജി ഉണ്ടോ? പ്രോസ്പെക്ടിങ് സ്ട്രാറ്റജീസ് ഉണ്ടോ? ഇതാണ് ചോദ്യം. മുനീർ ഭായിയുടെ ബിസിനസ്സിലെ ഏറ്റവും വലിയ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ യഥാർത്ഥ കസ്റ്റമർ ഒരിക്കലും നിങ്ങളെ പേ ചെയ്യില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ റിസ്ക്. അവരുടെ പാരന്റ്സോ അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സോ ആണ് നിങ്ങൾക്ക് പേ ചെയ്യാൻ പോകുന്നത്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ആക്ച്വൽ കസ്റ്റമർ എൻഡ് കസ്റ്റമർ അല്ല, അതിന്റെ മുന്നിലുള്ള ബൈങ് ആരാണോ, ബൈ ചെയ്യുന്ന ആളാണോ, അവരെ കൂടി അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യും. അതായത് ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ടത് ഫൺ എലമെന്റ് ആയിരിക്കും. സീരിയസ്ലി ഭയങ്കര ഫണ്ണായിട്ടുള്ള എലമെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ഒരു കരിയർ കോച്ചിങ് എന്ന് പറയുന്നത് അവന് രസകരമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം താങ്കൾ അവതരിപ്പിക്കേണ്ടത്. ആർക്ക്? സ്റ്റുഡന്റിന്. എന്നാൽ അതേസമയം ടീച്ചേഴ്സിന് വേണ്ടത് എന്തായിരിക്കും? സീരിയസ് ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും. കാരണം പൈസ കൊടുത്ത് കൊണ്ടുവരുന്നതാണ്, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ടാണ് കൊടുക്കുന്നത്, അയാൾ പറയുന്നതിൽ വല്ല കാര്യം ഉണ്ടാവണം എന്നുള്ളതാണ്. സീരിയസ് ആയിരിക്കും. ഈ രണ്ടും കൂടി നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, ശരിയല്ലേ? ബോത്ത് സീരിയസ് ആൻഡ് ഫൺ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ നിങ്ങളുടെ കണ്ടന്റിൽ, നിങ്ങളിപ്പോ ഒരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിലെ കണ്ടന്റിൽ രണ്ടും വേണം. സീരിയസ് കണ്ടന്റ് വേണം, തമാശ കണ്ടന്റ് വേണം, എല്ലാം വേണം. അത് പ്രോസ്പെക്ടിങ് റൂളാണ്. കാരണം എൻഡ് കസ്റ്റമറെ നമ്മൾ എടുക്കണം. ഇത് ഞാൻ പറഞ്ഞത് ഇരുതല വാളെന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. രണ്ടും ഒരേ സമയം പ്രയോഗിക്കപ്പെടണം. ഇത് കണ്ടുപിടിക്കലാണ് ഒരു സിഇഒന്റെ പണിയെന്നേ. അല്ലാണ്ട് നിങ്ങൾ ഈ കസ്റ്റമറെ വിളിച്ചാൽ, നിങ്ങളുടെ സെയിൽസ് എക്സിക്യൂട്ടീവിനെ വിളിച്ചിട്ട് എന്തായി, കച്ചവടം എന്തായി എന്ന് പറയുന്നത്, ചോദിക്കുന്നത് മാത്രമല്ല.
അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് സ്ട്രാറ്റജി നമ്മൾ ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യണം, ഈ സ്ട്രാറ്റജീസും ഈ പ്രോസ്പെക്ടിങ് പ്രോപ്പർ ആയിട്ടിരിക്കണം. പ്രോസ്പെക്ടിങ് കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കച്ചവടം വർക്കൗട്ട് ആവും. പ്രോസ്പെക്ടിങ്ങിൽ ഒരു തരത്തിൽ കോംപ്രമൈസ് ചെയ്യരുത്. നിങ്ങളുടെ കയ്യിൽ കാശില്ലെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ആദ്യം നിർത്തുന്നത് മാർക്കറ്റിംഗ് ആണ്. ശമ്പളം കൊടുക്കണ്ടേ? വേണം. നമ്മുടെ കറണ്ട് ബില്ല് അടയ്ക്കണ്ടേ? വേണം. റെന്റ് അടയ്ക്കണ്ടേ? വേണം. പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം മാർക്കറ്റിംഗ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പോണ എമൗണ്ടിനെ അങ്ങോട്ട് പിടിച്ച് നിർത്തോടെ അവിടെ നിർത്തും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ വിളിച്ചു പറയാൻ നിർത്ത് എന്ന് പറയും. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് നടക്കട്ടെ. മാർക്കറ്റിംഗിൽ നിന്ന് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ പ്രോസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഹാവിംഗ് റിസൾട്ട്. ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണിയല്ലേ വരുന്നത്. അപ്പൊ ഈ റെന്റും ബാക്കിയുള്ള കാര്യങ്ങളും ഓക്കെ ആയിരിക്കില്ലേ? ആ റിസ്ക് ആണ്, ആ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള റിസ്ക് ആണ് ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം, ഒരു സിഇഒനെ സംബന്ധിച്ചിടത്തോളം എടുക്കേണ്ടത്. ആ പ്രോസ്പെക്റ്റിംഗ് എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ ഇന്ന് ഫൈനലൈസ് ചെയ്യുന്നത്. പ്രോസ്പെക്റ്റിംഗിൽ അതെന്താണ് എന്നുള്ളതാണ് ഫൈനലൈസ് ചെയ്യുന്നത്. സാധിക്കുമോ? എന്റെ ചോദ്യം ഇതാണ്. സാധിക്കുമോ? പറയും. ഭയങ്കര ഡള്ളാണല്ലോ. എന്ത് പറ്റി? ഭയങ്കര തോട്ട് പോകുന്നോണ്ടാണ്. ഹരിദാസ് ചേട്ടാ, എനിക്ക് തോന്നുന്നു നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഡിസ്കസ് ചെയ്യായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കയറി വരുന്നില്ല പലർക്കും. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കി കഴിക്കും. ഇതെന്താ ഞാൻ പറയുന്നത് എന്നുള്ളത് മനസ്സിലാവാത്തുണ്ടെങ്കിൽ സർ ഒന്നും കൂടെ ഒന്ന് പോളിഷ് ചെയ്യാമോ സർ? ഒന്നും കൂടെ ക്ലാരിറ്റി ഓക്കെ. അങ്ങനെ ഒരു ചോദിക്കും. ഇത് പറയുന്ന സമയത്ത് ചോദിക്കുക, അത് വേണം, അതറിയണം. ശരി, ഓക്കെ. നമുക്ക് വീണ്ടും ഉദാഹരണം ഫുട്ബോളിലേക്ക് തന്നെ പോവാം, അല്ലെങ്കിൽ വിജയ് സാറുടെ പ്രൊഡക്റ്റിലേക്ക് പോവാം. വിജയ് സാറോട് ഞാൻ സജസ്റ്റ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയ് സാർ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് മാർക്കറ്റിംഗിലാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെത് സ്കൂൾ ഐ ഡി കാർഡ് അല്ലേ? സ്കൂൾ ഐ ഡി കാർഡ് അല്ലേ? അതെ, സ്കൂൾ ഐ ഡി കാർഡാണ്. ഓരോ സ്കൂളുകളിലെ സ്റ്റുഡൻസിന് വേണ്ട ഐ ഡി കാർഡ് പ്രിപ്പയർ ചെയ്യുന്ന ടീമാണ് വിജയ് സാറുള്ളത്. സ്വാഭാവികമായിട്ടും കസ്റ്റമർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ദ സ്കൂൾ. ഓക്കെ, അവരെ കൺവിൻസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ വിജയ് സാറെ സംബന്ധിച്ചുള്ള, വിജയ് സാറ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തി പ്രിൻസിപ്പാളെ കിട്ടാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തി പാളിപ്പോയി. ശരിയല്ലേ? എന്താണ് പാളാൻ കാരണം? അദ്ദേഹത്തിന് കിട്ടിയ കസ്റ്റമർ ലിസ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരുന്നു. എന്തുകൊണ്ട്? നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിൽ പ്രിൻസിപ്പാൾമാരുടെ എണ്ണവും ഡയറക്ടർമാരുടെ എണ്ണവും വളരെ ചുരുക്കമാണ്. പക്ഷെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗുകാർ സെറ്റ് ചെയ്യുന്നറിയോ? പ്രിൻസിപ്പാൾ ആവാനുള്ള പ്രായം എന്താണ്? ആ പ്രായം നോക്കിയിട്ട് സെറ്റ് ചെയ്യുക. ഡെമോഗ്രഫി സെറ്റ് ചെയ്യുക, ജോഗ്രഫി നോക്കിയിട്ട് സെറ്റ് ചെയ്യുക. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മുന്നിൽ കുറെ പ്രോസ്പെക്റ്റിംഗ് മെത്തേഡ്സുകൾ വേണം. പ്രോസ്പെക്റ്റിംഗ് മെത്തേഡിൽ ഒന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്, ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ആ കൂർപ്പുണ്ടല്ലോ, മറ്റേ ആ ഒരു എന്താ പറയാ, ഏറ്റവും എൻഡ് ഉണ്ടല്ലോ, ഷാർപ്പ് പോയിന്റ് ഉണ്ടല്ലോ, ആ ഷാർപ്പ്, ഒരു അമ്പിന്റെ ഷാർപ്പ് പോയിന്റ്, ആരോന്റെ ഷാർപ്പ് പോയിന്റ് പോലെ ആയിരിക്കണം ആ ഒരു മാർക്കറ്റിംഗ്, ആ പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മാക്സിമം ഷാർപ്പ് ചെയ്തിട്ടുള്ള ഇതായിരിക്കണം, സ്ട്രാറ്റജി ആയിരിക്കണം. പക്ഷേ അത് ഒറ്റയ്ക്ക് നടക്കില്ല. അപ്പൊ നടക്കുന്നതിന് വേറെ രണ്ട് സ്ട്രാറ്റജി നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്രോസ്പെക്റ്റിംഗ് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റഫറൽസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ പിങ്കിയുടെ കേസ് എടുത്തത് നമ്മൾ നേരെ 4 പ്രോസ്പെക്റ്റിംഗ് ഐഡിയ പാരലൽ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? നമ്മൾക്ക് എന്തിനാണ് പ്രോസ്പെക്റ്റിംഗ്? എന്താ പ്രോസ്പെക്റ്റിംഗ് എന്ന് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഞാൻ അത് ചോദിക്കട്ടെ. പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത് ഫൈൻഡിങ് ദ റൈറ്റ് കസ്റ്റമർ, അത്രേ ഉള്ളൂ. മാർക്കറ്റിംഗ്, നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് മാർക്കറ്റിംഗ്. ഫൈൻഡിങ് ദ റൈറ്റ് കസ്റ്റമർ, കസ്റ്റമറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആ ജോലി. ആ കസ്റ്റമറെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? പ്രോസ്പെക്റ്റിംഗ് ചെയ്യാൻ എന്ത് ചെയ്യണം? ആ സ്ട്രാറ്റജികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ട്രാറ്റജി ഇപ്പൊ മിക്കവാറും കമ്പനികളിൽ സിംഗിൾ ആയിട്ടുള്ള സ്ട്രാറ്റജികൾ മാത്രമാണ്. ചിലർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രം കൊണ്ടു നടക്കുന്നവരുണ്ട്, ചിലർ ഡയറക്റ്റ് മാർക്കറ്റിംഗ് മാത്രം കൊണ്ടു നടക്കുന്നു, ചിലർ കോൾഡ് കോളിംഗ്, അഭിരാമിനെ പോലുള്ള ആൾക്കാർ റഫറൽ മാത്രം കൊണ്ടു നടക്കുന്നുണ്ട്. ഇതിന് പാളിച്ച പറ്റാമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോ നിങ്ങൾക്ക് മിനിമം ഒരു 4 പില്ലർ സ്ട്രാറ്റജി എന്ന് പറയുന്നത് 4 പില്ലർ സ്ട്രാറ്റജി. ഈ 4 പില്ലർ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോസ്പെക്റ്റിംഗ് സൈഡ് കുറച്ചുകൂടി സേഫ് ആവും. യു വിൽ ബി ഹാവിംഗ് മോർ പ്രോസ്പെക്ട്സ്, മോർ കസ്റ്റമേഴ്സ്, മോർ ലീഡ്സ്. കസ്റ്റമർ അല്ല, മോർ ലീഡ്സ്. അതായത് കസ്റ്റമർ ആവാൻ, കൺവേർട്ട് ആവാൻ ചാൻസ് ഉള്ള എത്ര പേരുണ്ടാവും?
ഇപ്പോൾ ഉള്ളതിന്റെ 4 ഇരട്ടി ഉണ്ടാവും. കാരണം 4 പ്രോസ്പെക്ട്സുകളും ഇനി അതിലത്തെ ഒരു പ്രോസ്പെക്ടിങ്ങും പാളിക്കഴിഞ്ഞാലും മറ്റേ പ്രോസ്പെക്ടിങ് ഉണ്ടാവുകൊണ്ട് അവിടെ ലീഡുകൾ ജനറേറ്റ് ചെയ്യും. ഇപ്പോ അഭിരാമിനെ സംബന്ധിച്ചോളം ഒരു മാസം ബിസിനസ് ഡൗൺ ആവും. എന്തുകൊണ്ടായിരിക്കാം? റഫറൻസ് ഈ മാസം കയറി വന്നില്ല, കച്ചവടം മോശമായിരിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്യില്ല, അതുകൊണ്ട് റിസൾട്ട് മോശമായിരിക്കും വേറെ പലർക്കും. ചിലർക്ക് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്ററുകൾ പോകാൻ പറ്റിയില്ല, ഡൗൺ ആയിരിക്കും. അതുകൊണ്ടാണ് ഒരൊറ്റ ടൂള് മാത്രം വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റ സ്ട്രാറ്റജി വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ വളരെ ടഫാണ്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായി? ഇപ്പൊ ക്ലിയർ ആയോ? കുറച്ചും കൂടി മനസ്സിലായോ? ഇനി എക്സാമ്പിൾസ് വേണോ? പറയാം ഓരോരുത്തർക്ക്. രാമേന്ദ്രേട്ട പറയും. അല്ല, ഞാൻ 2 സ്കൂളിൽ PTA മെമ്പറാണ്. എനിക്ക് ഈ വിജയകുമാറിന്റെ തോന്നുമ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ താങ്കളുടെ PTA ഇടുക ചെയ്യുക പിന്നെ തീരുമാനത്തിന്. അപ്പൊ ഈ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ HM എന്ന് പറയുന്ന ആളാണ് ഇത് അവതരിപ്പിക്കുക. അതിന് ഒരാൾ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ അവർ പറയുന്നത് നടക്കുള്ളൂ. പക്ഷെ ഒരാൾ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ സ്ഥാനത്ത് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അതിൽ ചർച്ച നടക്കും. ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ഒരു വേറെ ഇതുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾ പ്രിൻസിപ്പളെ മാത്രമേ കാണുന്നെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല ആളെ മാത്രമേ അതിൽ വരുള്ളൂ. എനിക്ക് തോന്നിയത്. അല്ല, അത് തന്നെ ആ ട്രസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ബാക്കിൽ സോഷ്യൽ മീഡിയ സപ്പോർട്ട് വേണ്ടി വരും, റെഫറൻസ് വേണ്ടി വരും എന്ന് ഞാൻ പറഞ്ഞത്. ഒരാളുടെ അടുത്തുള്ള റെഫറൻസ് വേണ്ടി വരും. ഇപ്പൊ രാമേന്ദ്രേട്ടന്റെ PTA സംസാരിക്കുന്ന ഒരു ID കാർഡിന്റെ കാര്യം സംസാരിക്കുമ്പോൾ പ്രിൻസിപ്പാൾക്ക് താല്പര്യം നമ്പർ 1. അതെ, രാമേന്ദ്രേട്ടൻ ചോദിക്കുകയാണ് ഇത് എന്തുകൊണ്ടാണ് അവരെ സെലക്ട് ചെയ്യാൻ കാരണം ചോദിച്ചാൽ അവിടെ ചർച്ച വരും. അതാണ് അതിന്റെ കാര്യം. ആ ചർച്ച വന്നു കഴിയുമ്പോ രാമേന്ദ്രേട്ടനെ കൂടി വിജയ് സാറ് കണ്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഒരാളെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ വെക്കണം, ഒരാളും കൂടെ സംസാരിക്കണം, എക്സ്ട്രാ ഒരാൾ. അല്ല, അത് ഡയറക്ട് മാർക്കറ്റിംഗ് ചെയ്യുന്ന കാര്യമാണ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായിട്ട് ഈ ഇതിനെ ഐഡികളെ കുറിച്ചിട്ടുള്ള പരസ്യങ്ങൾ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള വീഡിയോസ് കണ്ടന്റ് പോയിക്കൊണ്ടിരിക്കുക എന്ന് വെക്കുക വിജയ്. അപ്പോ ഇപ്പൊ രാമേന്ദ്രൻ സാർ PTA ഉടക്ക് സാധനമാണ്, ഉടക്കിന്റെ ആളാണെന്ന് വെക്കുക. പ്രിൻസിപ്പാള് ID കാർഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ രാമേന്ദ്രൻ സാർ പറയും അതെന്താ വേറെ ടീമില്ലേ എന്ന് ചോദ്യം വരും. അപ്പോ പ്രിൻസിപ്പാൾക്ക് കാണിക്കാൻ സോഷ്യൽ മീഡിയ ഇവരെ സോഷ്യൽ മീഡിയ നോക്കൂ, ഇവരുടെ കോമ്പറ്റേറ്റർ ഇതാണ്, ഇവരുടെ നോക്കൂ, ഏതാണ് ഏറ്റവും നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ, അപ്പൊ ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്ത് എന്ന് പ്രിൻസിപ്പാൾക്ക് പറയാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതുകൊണ്ടാണ് സെലക്ട് ചെയ്തതെന്ന് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു മനസ്സിലായോ വിജയ്ക്ക്? അതെ സർ, അതെ. സപ്പോർട്ടിംഗ് സ്ട്രാറ്റജീസ് ആണ് ഇതിൽ വേണ്ടത്. അതായത് താങ്കൾക്ക് വേണ്ടത് സപ്പോർട്ടിംഗ് സ്ട്രാറ്റജീസ് ആണ്. ഇപ്പൊ രമേശിനെ സംബന്ധിച്ചുള്ള, രമേശ് ഇപ്പൊ വന്ന വെൽത്ത് മാനേജ്മെന്റ് ആണ്. അദ്ദേഹത്തിന് എവിടെ നിന്നൊക്കെ കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം BNI മെമ്പറാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴാണ് BNI മെമ്പറാണ്. BNI നിന്ന് റെഫറൻസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് റൺ ചെയ്യുന്നുണ്ടായിരിക്കാം. അദ്ദേഹത്തിന് ഡയറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരിക്കാം, കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കാം, ഫ്രണ്ട് സർക്കിളിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കാം, പുതിയതായിട്ട് വരുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, പല രീതിയിലുണ്ടായിരിക്കാം. അങ്ങനെ ചെയ്താലെയാണ് നിങ്ങൾക്ക്. ഇപ്പൊ രമേശ് പറയാണ് ഞാൻ BNI ഉണ്ട്, എനിക്ക് റഫറലുകൾ മാത്രമേ എനിക്ക് ഗുണമുള്ളൂ, റഫറൽ അത് പെട്ടെന്ന് കൺവേർട്ട് ആവുന്നു, അതുകൊണ്ട് ഞാൻ നാളെ തൊട്ട് റഫറൽസ് മാത്രമേ വർക്ക് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം റഫറലുകൾ എന്തെങ്കിലും തരത്തിൽ രമേശിന്റെ പേര് ചീത്തപ്പേരായി നിൽക്കുക, അല്ലെങ്കിൽ അവിടെ ഇലക്ഷൻ നടന്നു, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് രമേശിന്റെ പേര് ഒന്ന് ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് ഈ റഫറുകളിൽ മൊത്തം പോകും. ശരിയല്ലേ? ചാപ്റ്റർ നിങ്ങളുടെ ചാപ്റ്ററിൽ ഒരു വെൽത്ത് മാനേജർ ഉണ്ടാവുള്ളൂ, അടുത്ത ചാപ്റ്ററിൽ ഉണ്ടല്ലോ അവർ അവിടേക്ക് റെഫർ ചെയ്യും. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞത് ഒരു ഭാഗത്ത് അഭിരാമിന് കിട്ടാൻ പോണ പണി ഏതാണ്? ഓർത്തോ, വൺസ് നിങ്ങളുടെ പേര് എന്തെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും തരത്തിലൊന്ന് മോശമായി കഴിഞ്ഞാൽ റെഫറലിൽ പിന്നെ കിട്ടില്ല. ആ സമയത്ത് നിങ്ങൾക്ക് അപ്പുറത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വേണം. ക്ലിയർ ആയോ? ഇനി ചോദ്യം വരട്ടെ. ചോദ്യം വന്നാലല്ലേ രസമുള്ളൂ. പ്രോസ്പെക്ടിങ് ഒരു കാര്യമാണ്. ഞാൻ എന്തിനാ അതൊന്ന് വിശദീകരിച്ച് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് നേരിടുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് പ്രോസ്പെക്ടിങ്. നിങ്ങൾ പ്രോസ്പെക്ടിങ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് കച്ചവടം ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആൾക്കാർ വന്നിട്ട് ജോയിൻ ചെയ്തു. ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അടുത്ത് 100 പോസിറ്റീവ് ആയിട്ടുള്ള പ്രോസ്പെക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 10-15 ക്ലോസിംഗ് നടക്കും, സെയിൽസ് ക്ലോസിംഗ് നടക്കും. പക്ഷെ നമ്മളിവിടെ ബുദ്ധിമുട്ടുന്നത് 5 പേരെ വെച്ച് 5 ഡാറ്റാബേസ് വെച്ച് 5ന്റെ പുറത്തിരുന്ന് കഷ്ടപ്പെടുക. അതാണ് നമ്മുടെ പ്രശ്നം. 5ൽ നിന്ന് 5 അഡ്മിഷൻസ് 5 സെയിൽസ് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ ബുദ്ധിമുട്ടാണ്. ക്ലിയർ ആയോ? ഞാൻ ഇപ്പൊ കണ്ടപ്പോ ഒരു സാധനം കാണിച്ചു തരാമേ. അടിപൊളിയല്ലേ? നല്ല ഫ്രെയിം അല്ലേ? കറണ്ട് ഇല്ലെങ്കിൽ ആ കഷ്ടപ്പാട് നോക്ക് സനീഷിയുടെ.
ഓക്കെ, പറയും. അതിനെ കണ്ടപ്പോ അതൊക്കെ ഇഷ്ടപ്പെട്ടു. പറയും. വേറെന്താണ് ചോദ്യങ്ങൾ? ആരാണ്? ഓക്കെ ഓക്കെ, ശരി. ചോദ്യങ്ങൾ വരട്ടെ. ഹരിദാസേട്ടാ പറയും. ഹരിദാസേട്ടൻ ഇന്നലെ ഒരുപാട് ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇന്നലത്തെ പുറത്ത് ചോദ്യങ്ങൾ ചോദിക്കാത്തത്. പക്ഷെ ഡെഫിനറ്റ്ലി ഇന്നലെ രാത്രി വൈകുന്നേരം കിടക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും എന്ത് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ട്. ശരിയല്ലേ? തീർച്ചയായും. എന്ത് തോന്നി ഇന്നലത്തെ രാവിലത്തെ ചർച്ച? പകലും തിരക്കും പ്രശ്നങ്ങളും ടെൻഷൻസും എനിക്ക് മനസ്സിലായി, നമ്മൾ സംസാരിച്ചതാണ്. പക്ഷെ രാത്രി എന്ത് തോന്നി? എന്ത് ചെയ്യാമെന്നൊരു ചിന്ത മനസ്സിൽ വന്നോ, അതോ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയോ? അല്ല, ഇന്നലെ കെടുക്കാൻ കുറെ വൈകി. പക്ഷെ ഇന്നലത്തെ ഒരു ബാക്കി ശരിക്കും ഇന്നാണ് അതിന്റെ ശരിയായ രൂപം കിട്ടുന്നത്. അതായത് കസേരയുടെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, അതെന്നെ സംഭവം. അതായത് നമ്മൾ ഡിഫറെന്റ് മാർക്കറ്റിംഗ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ചെയ്യുന്നത് ട്രഡീഷണൽ രീതിയിലാണ്. അതില് വളരെ കുറച്ച് ഈ വാട്സപ്പ് വഴി കുറച്ച് ബിസിനസ് ഉണ്ട്. ശരിക്കും നിലവിലുള്ള എല്ലാ തരം മാർക്കറ്റിങ്ങിലും നമ്മുടെ പ്രൊഡക്റ്റുകളും, അത് ഏത് തരം പ്രൊഡക്റ്റ് ആയാലും, എങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ്സിനെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്നാണ് ഞാനിപ്പോ ഇതിനോട് മനസ്സിലാക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു മാർഗം മാത്രം സ്വീകരിച്ചാൽ നമ്മൾ ഇൻകം വർദ്ധിക്കില്ല. പല രീതിയിലാകുമ്പോഴാണ് അത് പല സ്ഥലങ്ങൾ പല വഴികളിലൂടെ. ഒന്നും കൂടി സീരിയസ് ആയിട്ട് പറയാം. നിങ്ങളുടെ വീട്ടില് ഹരിദാസേട്ടന് മാത്രമേ വരുമാനമുള്ളൂ എന്ന് വെക്കുക, കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും. താങ്കൾക്ക് 2 ദിവസം പനിച്ചു കിടക്കാൻ വരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? പേടിയായിരിക്കും. വീട്ടിൽ താങ്കൾക്കും താങ്കളുടെ ഭാര്യയ്ക്കും കൂടി ഉണ്ടെന്ന് വെക്കുക, വരുമാനം ഉണ്ടെന്ന് വെക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു കുറച്ച് ഭാര്യയ്ക്ക് കുറച്ചേ ഉള്ളൂ, എന്നാലും നമുക്ക് ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല. വീട്ടിൽ താങ്കൾക്കും ഭാര്യയ്ക്കും 2 മക്കൾക്കും ഉണ്ടെന്ന് വെക്കുക. എനിക്ക് എത്ര മക്കളാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, എന്നാലും ഞാൻ ഉദാഹരണം പറയും. 2 മക്കളൊക്കെ ഉണ്ടെന്ന് വെക്കുക, 4 പേരൊക്കെ ഉണ്ടെന്ന് വെക്കുക. ഏതെങ്കിലും ഒരാൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഈവൻ 2 പേർക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ ഓക്കെ ആയിരിക്കും. ശരിയല്ലേ? നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഇതാണ് പ്രോസ്പെക്റ്റിംഗ്. സിമ്പിൾ, അങ്ങനെ ചിന്തിച്ചാൽ മതി. കൊറോണ സമയത്ത് എത്രയോ പേരുടെ ജോലി പോയി. ഇവിടെ തന്നെ ഭരിക്കുന്ന ആൾക്കാരുടെ പലരുടെയും ബിസിനസ് നിർത്തിവെച്ചു. നിങ്ങൾക്ക് ആ സമയത്ത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു ബിസിനസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ഓൾട്ടർനേറ്റീവ് ആയിട്ടൊരു ബിസിനസ്സോ ഒരു വരുമാനമോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടില്ലേ? ഇനി പോട്ടെ, നിങ്ങൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ്, വിജയെ പോലുള്ള ആൾക്കാർ ഡയറക്റ്റ് മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നു. സ്കൂളുകൾ പൂട്ടിപ്പോയി. ശരിയല്ലേ വിജയ്? ആ വർഷം നമ്മൾ സ്കൂളുകൾ ഓപ്പൺ ആകിയില്ല. വിജയെ സംബന്ധിച്ചിടത്തോളം ID കാർഡും കാര്യങ്ങളും ബിസിനസ്സും നടന്നില്ല. എന്ത് ചെയ്യുന്നു? വിജയെ സംബന്ധിച്ചോളം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വേണ്ടേ? ഇല്ല, ആ ടൈമില് ഞങ്ങള് ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്പുകൾ ഡിസൈൻ ചെയ്തായിരുന്നു. അതായത് വൈറ്റ് ലേബലിംഗിന്റെ ആപ്പ് അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ നിങ്ങൾ അവിടെ നിങ്ങൾ പറയാണ്, അയ്യോ എന്റെ ബിസിനസ് തകർന്നു പോയേ, ID പ്രൂഫ്, അയാൾ ID കാർഡ് ഉണ്ടാക്കണ ബിസിനസ് തകർന്നു പോയേ എന്ന് പറഞ്ഞ് തകർന്നിരുന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്റെ മുന്നിൽ. നിങ്ങൾ പോയിട്ട് ഏതെങ്കിലും കയറിന്റെ തുമ്പത്ത് തൂങ്ങി മരിച്ചേനെ. കാരണം അത്ര കടങ്ങളും കാര്യങ്ങളും ഉണ്ടായേനെ ഈ സമയം കൊണ്ട്. പറിച്ച് നിങ്ങൾ അതേ സമയം നിങ്ങളുടെ എക്സ്പെർട്ടൈസിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അപ്പുറത്ത് വേറൊരു ഇൻകം സോഴ്സ് ഡെവലപ്പ് ചെയ്തു. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 2 ബിസിനസ് ഉണ്ട്. ഏത്? ID കാർഡിന്റെ മറ്റേതും ഉണ്ട്. ശരിയല്ലേ? അങ്ങനെ ആയിരിക്കണം ബിസിനസ്. നമ്മുടെ അടുത്ത് പ്രോസ്പെക്റ്റിംഗ് എന്ന് പറയുന്നത്, ഒരു കസ്റ്റമറെ കണ്ടുപിടിക്കാനുള്ള സൊല്യൂഷൻ പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആ. പിങ്കിയുടെ ടീമിൽ ബിസിനസ് ഡെവലപ്പ് ആവുന്നില്ലെങ്കിൽ ഇല്ലാന്ന് വെക്കുക. പിങ്കി ചെയ്യേണ്ടത് ക്ലോസിങ്ങിനെ കുറിച്ച് വറീഡാവല്ല. പിങ്കി ചെയ്യേണ്ടത് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന പ്രോസ്പെക്റ്റീവ് ലീഡിനെ കുറിച്ച് വറീഡാവുകയാണ്. കസ്റ്റമർ ആവാൻ ചാൻസ് ഉള്ള ലീഡിനെ കുറിച്ച് വറീഡാവുകയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? നിങ്ങൾ ഒരിക്കലും ക്ലോസിങ്ങിനെ കുറിച്ചല്ല. നിങ്ങളുടെ മുന്നിൽ ഒരു കസ്റ്റമർ, ഒരു ടെലികോളർ നിങ്ങളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ 2 or 3 ടെലികോളർ വർക്ക് ചെയ്യുന്നു നോക്കിയാൽ, ആ ടെലികോളേഴ്സിന്റെ കയ്യിൽ
കൃത്യമായിട്ട് ലീഡുകൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ് വേണ്ടത്. അഥവാ ഒരു ടെലികോളർ പാളിപ്പോയാൽ മറ്റുള്ള ടെലികോളറെ വെച്ചിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പോ ഒരു ടെലികോളർ എടുത്ത് മാക്സിമം ലീഡ്സുകൾ വരട്ടെ. അതിന് എന്തൊക്കെ ചെയ്യാം, അതിന് എന്തൊക്കെ സ്ട്രാറ്റജികൾ ഉപയോഗിക്കാൻ പറ്റുമോ? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഉപയോഗിക്കാം. ഞാൻ കുറച്ച് പ്രോസ്പെക്റ്റിംഗ് മെത്തേഡുകൾ ഞാൻ പറഞ്ഞു തരാം. അത് ആർക്കാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യം. ഉദാഹരണമായിട്ട് പണ്ട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് ബൾക്ക് ഇമെയിൽസ്, ബൾക്ക് മെയിലുകൾ, ഇമെയിലുകൾ അയച്ചുകൊണ്ടിരുന്നത്. B2Bയിലാണ് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് ബൾക്ക് ഇമെയിൽ. ബൾക്ക് വാട്സപ്പ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് വാട്സപ്പിനെ ബൾക്കായിട്ട് ഉപയോഗിച്ചു നമുക്ക്. അതായത് ഇപ്പൊ നമ്മൾ ഇരുന്ന് നമ്മൾ തന്നെ അയക്കാൻ പറ്റുന്ന, പക്ഷെ ചില സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. ഇപ്പൊ സുഷിനോടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സുഷിന്റെ അടുത്തൊക്കെ ഉണ്ട് വാട്സപ്പില്. അതായത് വാട്സപ്പ് നമുക്ക് ഒരു നമ്പറുകളിൽ നിന്ന് അയക്കാം, വേറെ നമ്പറുകളിൽ നിന്ന് അയക്കാം, ബ്ലോക്ക് ആവാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബൾക്ക് വാട്സപ്പ് അയക്കാൻ പറ്റുന്ന രീതികളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇന്റർനെറ്റിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ പല രീതികളുണ്ട്. ഒന്ന് സെർച്ച് വരുന്ന സംഭവങ്ങളാണെങ്കിൽ ഗൂഗിൾ ആഡുകൾ ഉപയോഗിക്കാം അല്ലെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുഷ് ചെയ്തിട്ടില്ല ഇൻസ്റ്റയിലോ FBയിലോ ഫേസ്ബുക്കിലോ പുഷ് ചെയ്യുന്ന തരത്തിലുള്ള ആഡുകൾ ഉപയോഗിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള യൂട്യൂബ് ആഡുകൾ ഉണ്ട്, അതുപോലെ തന്നെ വീഡിയോ ആഡുകൾ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ, വളരെ എഫക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം. വ്ളോഗേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ഇന്നലെ ഹരിദാസ് ഏട്ടന് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഡിസ്ട്രിബ്യൂട്ടറെ വെക്കുക. ഹരിദാസ് ഏട്ടന് ഓടിയെത്തുന്നതിന് ഒരു പരിധിയുണ്ട്. എവിടെയാ, തൃശ്ശൂരിൽ നിന്ന് എറണാകുളം, തൃശ്ശൂരിൽ നിന്ന് പാലക്കാടോ, തൃശ്ശൂരിൽ നിന്ന് മാക്സിമം പോയ കാലിക്കറ്റോ അല്ലെങ്കിൽ ആലപ്പുഴ എത്താൻ പറ്റുള്ളൂ. പക്ഷെ ഡിസ്ട്രിബ്യൂട്ടർ എല്ലാ ജില്ലയിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓടിയെത്താൻ പറ്റും, എല്ലായിടത്തും എത്താൻ പറ്റും. ശരിയല്ലേ? എല്ലാ ജില്ലയിലും അവർ ഹാൻഡിൽ ചെയ്തോളും. സാധനം എത്തിച്ചു കൊടുക്കുന്ന ഡ്യൂട്ടി മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോസ്പെക്റ്റിംഗ് മെത്തേഡുകളാണ്. അതായത് ചാനലുകളെ സെറ്റ് ചെയ്യുക, നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ചില കമ്പനികൾ, ആംബേ പോലുള്ള കമ്പനികൾ ഇവിടെ വന്നെങ്ങനെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. ഒരാൾ കാണുന്നു, അയാൾ രണ്ടുപേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, രണ്ട് പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ള നെറ്റ്വർക്കിംഗ് മെത്തേഡുകളാണ്. ഇവിടെ തന്നെ നമ്മൾ പലതരത്തിലുള്ള നെറ്റ്വർക്കിംഗ്, മണി ചെയിൻ എന്നൊക്കെ നമ്മൾ തമാശക്ക് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടൊക്കെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന മെത്തേഡുകൾ. അതൊരു ഒരു പ്രോസ്പെക്റ്റിംഗ് മെത്തേഡാണ് അത്, മണി ചെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് എന്ന് പറയും. ബിസിനസ് നെറ്റ്വർക്ക്, ഇപ്പൊ BNI എന്ന് പറയുന്നത് ബിസിനസ് നെറ്റ്വർക്കാണ്. എന്താണ്? റഫറലുകൾ കൊടുക്കുന്നതാണ്. അവിടുത്തെ ഏറ്റവും നല്ലൊരു പെർഫോമർ എന്ന് പറയുന്ന ആള് അവർ ഏറ്റവും നന്നായിട്ട് റഫറൽ കൊടുക്കുന്ന ആളാണ്. റഫറൽ കൊടുത്താൽ മാത്രം പോരാ, അത് കൃത്യമായിട്ട് അവർ ആപ്പിൽ ആഡ് ചെയ്യുകയും കൂടി ചെയ്യുമ്പോഴാണ് അവർക്ക് കൃത്യമായിട്ട് മിടുക്കനായിട്ടുള്ള ആളാവുന്നത് അല്ലെ. ഇതൊക്കെയാണ് ബേസിക്കലി പ്രോസ്പെക്റ്റിംഗ് ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ടൂളുകൾ. റഫറലുകള് ഒക്കെ ചെയ്യാം, നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്, നിങ്ങൾ 1-ൽ നിർത്തരുത്, 2-ൽ നിർത്തരുത്, 3-ൽ നിർത്തരുത്, 4-എങ്കിലും മിനിമം വേണം. അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ യെസ്, നിങ്ങൾക്ക് വിജയിക്കാം. ഇപ്പൊ മനോരമ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ കണ്ടിട്ടില്ലേ? മനോരമ ന്യൂസ് പേപ്പർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ബേസിക്കലി നിങ്ങൾ വിചാരിക്കുന്നത് മനോരമ ഇപ്പോഴും നഷ്ടം സഹിച്ച് മനോരമ ന്യൂസ് പേപ്പർ നഷ്ടം അറിയാലോ അല്ലെ. മനോരമ എന്തുകൊണ്ടാണ് നഷ്ടം സഹിച്ചും ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്? അവരോട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ ബ്രാൻഡ് വാല്യൂവിനെ അങ്ങനെ കീപ്പ് ചെയ്തു പോകുന്നത്. അതെ, ആ ട്രസ്റ്റിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കസ്റ്റമർ ഇടയിൽ ട്രസ്റ്റിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ലാഭം എന്ന് പറയുന്നത് ചാനൽ ആയിരിക്കാം, ഓൺലൈൻ പോർട്ടലുകളായിരിക്കാം, അവർ നടത്തുന്ന മറ്റേ ക്യുക്ക് കേരള, അങ്ങനെയുള്ള കുറെ വേറെ പല ബിസിനസ്സുകളുണ്ട്, അതിലായിരിക്കാം. കാരണം എന്താ പറയുക, മനോരമ പേപ്പർ നഷ്ടം പറയാൻ ഇപ്പൊ അഡ്വർടൈസ്മെന്റുകൾ വളരെ കുറവാണ് ന്യൂസ് പേപ്പറിൽ. ശരിയല്ലേ? ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെന്റ്സ് വളരെ കുറവായി, എസ്പെഷ്യലി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊടുക്കാതെയായി പലപ്പോഴും. ഇപ്പോൾ ബിസിനസ് ഭയങ്കര മോശമാണ്, അതുകൊണ്ട് തന്നെ പേപ്പർ നഷ്ടത്തിലാണ്. പക്ഷെ അവരത് അപ്പുറത്ത് ഓട്ടോമാറ്റിക്കലി വേറെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ വ്യത്യസ്തമായിട്ട് അവരെ ബ്രാൻഡിനെ എല്ലാറ്റിലും ഒരു മനോരമ എന്നുണ്ട്, അല്ലെങ്കിൽ അവരെ എന്താ പറയാ പ്രൊമോട്ടഡ് ബൈ മനോരമ എന്നുണ്ടായിരിക്കും അല്ലെ. സീരിയസ്ലി അങ്ങനെയാണ് പ്രോസ്പെക്റ്റിംഗ് ചെയ്യുന്നത്. കസ്റ്റമർ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കണം, ട്രസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, പല രീതിയിൽ വന്നുകൊണ്ടിരിക്കണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ യെസ് അതാരാ ഓക്കെ, പല രീതിയിൽ വന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് പ്രോസ്പെക്റ്റിംഗ് നടന്നിട്ട്. ഓക്കെ, ഞാനിന്ന് വേറൊരു ടോപ്പിക്കും കൂടി കടക്കാന്ന് വിചാരിച്ചതായിരുന്നു. പ്രസന്റേഷന്റെ ടോപ്പിക്കിലേക്ക് കൂടി കടക്കാന്ന് കരുതിയതായിരുന്നു. ഇതൊന്ന് ഓൾറെഡി 6:55 എനിക്ക് തോന്നുന്നു ഒരു അടുത്ത 5-10 മിനിറ്റ് നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. പ്രോസ്പെക്റ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള, നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോസ്പെക്റ്റിംഗ് എന്താണ്, എങ്ങനെയാണെന്നതിനെ കുറിച്ച് നമുക്കൊരു ഡിസ്കഷൻ നടത്താൻ തോന്നും. യെസ്, ഓപ്പൺ സ്റ്റേജ് ഈസ് യുവേഴ്സ്. പറഞ്ഞോ.
സാർ എന്നെ സംബന്ധിച്ചിടത്തോളം ഉം, ഇപ്പൊ ഈ സാർ പ്രോസ്പെക്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഉം. ഞാൻ പറഞ്ഞ കേൾക്കണ്ടോ സാർ? കേൾക്കുന്നുണ്ട് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റേത് ഫ്രാഞ്ചൈസി ആണ്. അപ്പൊ ഒരു 4 കിലോമീറ്റർ 3 കിലോമീറ്റർ ഗ്യാപ്പിൽ എന്ത് ചെയ്യുക, ഈ ഫ്രാഞ്ചൈസികളുണ്ട്. അപ്പൊ ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുക്കുന്ന സമയത്ത് അത് എങ്ങനെയാ പ്രാക്ടിക്കൽ ആവുക? കാരണം ഈ നമ്മളെ ഒരു 3 കിലോമീറ്റർ ഏരിയ വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഡൗട്ടാണ്. ഡിജിറ്റൽ പറ്റും മാർക്കറ്റിംഗ് പറ്റും. ഇതുവരെ ചെയ്തില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നിങ്ങൾക്ക് അതാത് ഏരിയകളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്പർ 1. ശരിക്കും ഞങ്ങളല്ല ചെയ്യേണ്ടത്, കമ്പനിയാണ് ചെയ്യേണ്ടത്. കാരണം കമ്പനിയാണല്ലോ നമ്മളെ പ്രൊമോട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം കമ്പനിക്കാണ്. കാരണം നമ്മളെ സെയിൽസ് കൂട്ടാൻ വേണ്ടി കമ്പനിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് 3 കിലോമീറ്റർ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾ അവിടെ ചെയ്യുന്ന ആക്ടിവിറ്റികൾ, നിങ്ങൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ചുറ്റളവിലുള്ള 5-10 കിലോമീറ്റർ പിടിക്കാൻ പറ്റും ബേസിക്കലി. അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഏജ് വൈസ് നിങ്ങൾക്ക് ആളെ കിട്ടും, അതായത് നിങ്ങളുടെ ഏരിയയിലുള്ള ഏജ് വൈസ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഫ്രാഞ്ചൈസി ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വരുന്ന ഓരോ കസ്റ്റമറുടെയും നമ്പർ നിങ്ങൾ കളക്ട് ചെയ്യണം. അതിനുള്ളൊരു സിസ്റ്റം നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അതിനൊരു സോഫ്റ്റ്വെയർ വെച്ചാൽ മതി. അത് കമ്പനി പ്രൊവൈഡ് ചെയ്യണ്ടല്ലേ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ കമ്പനി വലുതാവുള്ളൂ, നിങ്ങൾ വലുതാവുള്ളൂ. നമ്പർ ഓൾറെഡി വാങ്ങിച്ചു വെക്കുന്നത്. പക്ഷേ ബൾക്ക് വാട്സ്ആപ്പ് അങ്ങനത്തെ ഒരു മെസ്സേജ് ഒന്നും പോകുന്നില്ല. നമ്പേഴ്സ് ഒക്കെ വാങ്ങിച്ചു. ചെറിയ സജഷൻ രാഹുൽ സാർ, ഒരു ചെറിയ സജഷൻ. ശ്രീ സാർ, സോറി, ഞാൻ വാട്സപ്പ് CRM എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ടൂള് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സാറിന് അത് ഏറ്റവും കൂടുതൽ യൂസ് ആകും തോന്നുന്നു. വാട്സപ്പ് CRM അല്ലേ? വാട്സപ്പ് CRM ഉണ്ട്, വാട്ടി ഉണ്ട്. നമുക്ക് നമ്മുടെ കമ്പനിയുടെ ബേസിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഇപ്പൊ സുഷിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ പല നമ്പറുകൾ. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം വാട്സപ്പിൽ മെസ്സേജ് പോകുമ്പോൾ, ടൂളുകൾ ഉപയോഗിച്ച് പോകുമ്പോൾ ബ്ലോക്ക് ആവുന്ന ഒരു പ്രശ്നം. ഞാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബ്ലോക്ക് ആവുന്ന പ്രശ്നമുണ്ട്. അതിന് പകരം വേറെ നമ്പറുകളിൽ നിന്ന് മെസ്സേജ് പോകും. നമ്മുടെ കോൺടാക്ട് നമ്പർ അതിൽ വെക്കാൻ പറ്റും. സുഷിൻ ചെയ്യുന്നുണ്ട്, സുഷിൻ സുധി എന്ന് പറഞ്ഞതിൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ, താങ്കളുടെ ബിസിനസ് ഒരു 5 കിലോമീറ്ററിനുള്ളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽ കണക്ഷൻ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാത്രമല്ല താങ്കൾക്ക് മറ്റേ ഈ പറഞ്ഞ പോലെ അപ്ഗ്രഡേഷൻ ബിസിനസ് ഉണ്ടല്ലോ, അപ്സെല്ലിംഗ് ബിസിനസ് അവിടെ ഉണ്ടല്ലോ, കിടത്തി ചികിത്സ പോലുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ സെയിൽസ് മാത്രമേ ഉള്ളൂ. ഓക്കെ ശരി. അല്ലെങ്കിൽ ഇതുപോലത്തെ ഹോസ്പിറ്റലുകളുടെ ടൈപ്പ് ആവുകയോ അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ഡേഷൻസ് കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഡെഫിനറ്റ്ലി മനസ്സിലായില്ല. വാട്സപ്പ് മാത്രമല്ല, ഇൻഡിവിജ്വൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഏതൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും അതൊക്കെ ഉപയോഗിക്കാം. ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ. അതുപോലെ തന്നെ അടുത്തൊരു മെത്തേഡാണ് ഫ്രീ കൺസൾട്ടേഷൻസ്. നേത്ര പരിശോധന എന്ന് പറഞ്ഞിട്ട് പലയിടത്തും നമ്മൾ കണ്ടിട്ടില്ലേ? അത് മറ്റേ ക്ലബിന്റെ ചെയ്തു, ഈ ക്ലബിന്റെ ചെയ്തു. ശരിക്കും നേത്ര ഹോസ്പിറ്റൽ, ഈ ഐ ഹോസ്പിറ്റലുകൾ അത് കണ്ടക്ട് ചെയ്യുന്നത്, അത് ഏതെങ്കിലും ഒരു ക്ലബിനെ കൂട്ടുപിടിക്കുന്നതാ. അത് അവരുടെ നമ്പറാണ്, അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് ആണ്. എന്താണ് അതാത് ഏരിയയിൽ ഒരു ക്ലബിനെ കൂട്ടിപ്പിടിച്ച് ഒരു ഫ്രീ കൺസൾട്ടേഷൻ എന്ന് പറയുകയാണ്. എന്താണ് ഫ്രീ കൺസൾട്ടേഷൻ നടക്കുന്നത്? കണ്ണിന് തിമിരം പ്രശ്നങ്ങളുള്ളവരോട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയും. ശരിയല്ലേ? ആ കണ്ണിന് തിമിരം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കലാണ്. സാധാരണ നാട്ടിൻപുറത്തുമാണ് അത് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. അവിടെ കുറെ ഫ്രീ ഉണ്ട്, അവിടെ പരിപാടി ഉണ്ട്, ഇത് ഫ്രീ ആണ്, അത് ഫ്രീ ആണെന്ന് പറയും, അല്ലേ? അത് പ്രോസ്പെക്റ്റിംഗ് ആണ് ബേസിക്കലി. ശരിയല്ലേ? അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഹോസ്പിറ്റൽ ഏരിയയിൽ, ഹെൽത്ത് ഏരിയയിൽ പല തരത്തിലുള്ള സെഷൻസും നടത്താൻ നമുക്ക് പറ്റും. എനി മോർ ക്വസ്റ്റ്യൻസ്? രാമേന്ദ്രേട്ട ചോദിക്കും. രാമേന്ദ്രേട്ട എന്തെങ്കിലുമൊക്കെ പറയും. രാമേന്ദ്രേട്ട ചുമ്മാ ഇരിക്കില്ലേ? നമുക്കിപ്പോ സമയമല്ല, മഴയല്ലേ? ഇന്ന് കണ്ണൂർ ഏറ്റവും അധികം തിരയുന്ന ആള് കുട്ടികൾ. ഇപ്പൊ വിജയകുമാറിനെ പറ്റുന്നതാണ്. കുട്ടികൾ ഏറ്റവും അധികം തിരയുന്ന ആള് കളക്ടർ കണ്ണൂരാണ്. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. സ്കൂള് അവധി പ്രഖ്യാപിച്ചത് നോക്കാൻ വേണ്ടിട്ട് ഇരിക്കുന്നവരല്ലേ? രാവിലെ പ്രഖ്യാപിച്ചു. ഇന്നലെ നല്ല കാറ്റ് മഴയായിരുന്നു. എന്റെ മോളാണ് ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, മഴയാണെന്നുകൊണ്ട് നമ്മുടെ കച്ചവടം നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല, കച്ചവടം എന്ന് പറഞ്ഞ സാധനം നമ്മൾ സാധാരണ മുമ്പിൽ ഇപ്പം സോഡ ബിസിനസ് മഴ സമയത്ത് ഇല്ല എന്നാ പറയുന്നത്. പക്ഷെ ഇപ്പം ഈ സ്കൂൾ കോളേജ് ഉണ്ടായാലും നമ്മൾ കച്ചവടം നടക്കുകയും ചെയ്യും.
കുട്ടികൾ കുടിക്കും ഈ മഴയായാലും അതിന്റെ പിള്ളേരെ കുടിക്കും. ഓളം. ചാരായം നിർത്തിയോട് കൂടിയിട്ട് നിങ്ങളുടെ കഷ്ടകാലം തുടങ്ങി. അതെല്ലാം വെറുതെ പറഞ്ഞത്. അതെല്ലാം വെറുതെ പറഞ്ഞത്. ആടാ കച്ചവടപ്പുറത്തോടെ കൂടിയില്ലേ. പക്ഷെ ഒരുപാട് കമ്പനികൾ കയറി വന്നു അല്ലേ? അതെ. അതില് തോന്നി സാർ ഇപ്പൊ ഈ മാർക്കറ്റിംഗ് പറഞ്ഞ എനിക്ക് തോന്നുന്നു. കാരണം നമ്മളൊരു ഈ കണ്ണൂർ ജില്ലയിലെ നമ്മളൊരു മേഖലയിൽ ലാസ്റ്റ് ഒരു 4 കമ്പനികൾ വന്നിട്ടുണ്ട്. അതിൽ 2 കമ്പനി ഒഴികെ ബാക്കി 5 കമ്പനികൾ വന്നിട്ടുണ്ട്. 2 കമ്പനി ഒഴികെ ബാക്കി 3 കമ്പനിയും വിൽക്കാൻ വെച്ചു, സെയിലിന് വെച്ചു അവര്. അപ്പോ പിന്നെ ഞാനും വേറൊരാളും മാത്രമേ വർക്ക് ചെയ്തിട്ടു, മറ്റവര് 3 ആളും സെയിലിന് വെച്ചു. പിന്നെ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ആ ബാക്കി 3 ആളുകളും ഈ മേഖലയിൽ ആദ്യമായിട്ടായിരുന്നു. അവരിങ്ങനെ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നു, നല്ല ബിസിനസ് ആലോചിച്ചു, ഇത് നല്ല പരിപാടിയാണ്, ഇറങ്ങി, എല്ലാവരും ഫെയിലായി. പക്ഷെ ഞാനും മറ്റൊരാളും ഈ മേഖലയിൽ കുറച്ചു കാലമായിട്ട് ഉണ്ട്. ഈ പറഞ്ഞ മാതിരി വേറൊരു കമ്പനിയിൽ ഉണ്ടായ ആളാണ്, നമുക്കറിയാം ഇതെങ്ങനെയാണ്. അങ്ങനെ നമ്മളെ നിലവിലൊരു കസ്റ്റമർ ഉണ്ട് നമുക്ക്, ആ കസ്റ്റമറിന്റെ പോയി, ബാക്കി 3 ആളും ഫെയിലായി. രാമേന്ദ്രേട്ടാ, ഒരു ചെറിയ സംശയം ചോദിക്കാനേ. എൻ്റെ പ്രൊഫഷണലുമായിട്ട് ബന്ധപ്പെട്ടല്ല, സാർ ഒരു ഡിസ്കഷൻ പോയിന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇടപെട്ട് ചോദിച്ചിരുന്നത്. ഈ സോഡയുടെ ഏറ്റവും നിപ്പ് ഉണ്ടല്ലോ, മീൻസ് നമ്മുടെ ഈ ക്യാപ്പ് ഓപ്പൺ ചെയ്യുന്ന നിപ്പ്, ഓപ്പൺ അല്ല, അതിൻ്റെ അവിടെ വരുന്ന ഈ ജോയിന്റ് ചെയ്യുന്ന ഈ കുപ്പിയുമായിട്ട് ജോയിന്റ് ചെയ്യുന്ന ഭാഗത്തിൽ കോർക്കല്ല, ഇതിപ്പോൾ നമ്മൾ ആ പ്രഷർ ചെയ്തിങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ഓപ്പണർ വെച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന് നിബ്ബ് പൊട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് അതിനെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? അത് പൊട്ടാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? കാരണം കടക്കാരാണല്ലോ ഇത് ഓപ്പൺ ചെയ്യുന്നത്. ചിലവരിങ്ങനെ ഒരു സൈഡിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് അടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഓപ്പണർ ഓപ്പണായി വരാറുണ്ട്. അപ്പം ഈ കുപ്പിയുടെ ആ അറ്റം പൊട്ടുമ്പോഴാണ് അവർക്ക് പിന്നെ ഈ കുപ്പീനെ യൂസ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നത്. അപ്പം അത് പൊട്ടാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ടേബിളിന്റെ മുകളിൽ വെച്ച് പൊട്ടിച്ച് എന്തായാലും സൈഡ് പോകും. അതിന് കച്ചവടക്കാരെ ആ നഷ്ടമില്ല, നഷ്ടം അതിന്റെ ഓർഡറൊക്കെ ആയിരിക്കും. അത് കൃത്യമായിട്ട് ഒരു ചെറുങ്ങാകുമ്പോൾ ചെരിച്ചിട്ട് പൊട്ടിക്കാനാ പറയാ. പിന്നെ ഈ ഓപ്പണർ നല്ലതായിരിക്കണം. നമ്മൾ ഓപ്പണർ കൊടുക്കുന്ന നമ്മളാണ്. അത് നല്ലത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ആവും. ഏറ്റവും ലോക്കൽ കിട്ടുന്ന സാധനമായ ചിലപ്പോൾ ഈ പ്രശ്നങ്ങൾ വരികയും ചെയ്യും. പക്ഷെ എന്തായാലും സൈഡിൽ പൊട്ടും. അതിനകത്തൊരു 0% ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല, കാരണം വെച്ചാൽ അത് കച്ചവടക്കാർ അത്ര ശ്രദ്ധിക്കുള്ളൂ. 0% എന്തായാലും വരില്ല. കാരണം ഓരോ ഡെലിവറിയിലും ഞാനിങ്ങനെ ഇടയ്ക്ക് ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ്, അവർ നിർത്തിപ്പോകാനുള്ള കാരണം ഇതെന്നാണ് അവർ പറഞ്ഞു. അല്ലാതെ അവർക്ക് സോഡയുടെ റേറ്റ് കൂടിയതോ വെള്ളത്തിൻ്റെ റേറ്റ് കൂടിയതോ അല്ലെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ റേറ്റ് കൂടിയത് കൊണ്ടല്ല. ഇവരെല്ലാം നമ്മുടെ വെൻഡേഴ്സ് എല്ലാം പൊട്ടിക്കുമ്പോൾ ഒരു ട്രേയിൽ പോകുമ്പോൾ 1-2 പീസുകൾ പൊട്ടാറുണ്ട് എന്ന് അവർ വലിയൊരു കംപ്ലൈൻറ്റ്. ഇപ്പം ഇവിടെ മുകേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമ്പനി, ഇത് സൗത്ത് സൈഡിലാണ്, കേരള സൗത്ത് സൈഡിലാണ്. അവരൊക്കെ പകുതിയോളം അവരുടെ ബിസിനസ് കുറയ്ക്കുന്നതിൻ്റെ കാര്യവും ഇത് തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ പോലെ ഓപ്പണർ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം നമ്മൾ സോഡ പൊട്ടിക്കുന്ന ഒരാളെ കാണുന്ന അതുപോലെ തന്നെ നമ്മളും പോയിട്ട് സോഡ പൊട്ടിച്ചു കഴിഞ്ഞാല് അതിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ കമ്പനികൾ കുറച്ച് സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പറഞ്ഞ പോലെ ഇപ്പൊ ചെരിച്ചു പൊട്ടിക്കുന്നു പറയില്ലേ, ഇതെങ്ങനെയെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനത്തെ പിന്നെ അതുപോലെ വേറൊരു കാര്യം, നമ്മൾ എവിടുന്നാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ കംപ്ലൈന്റുകൾ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാല് ആ കംപ്ലൈന്റ് വരുന്നവരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ അവരെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ബന്ധം ഉണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അത് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഡ്യൂക്കേറ്റ് ചെയ്യുക. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്കൂൾ എഡ്യൂക്കേഷൻ അല്ല. പറയും ആരാ? അതായത് ഇപ്പൊ രാമേന്ദ്രന്റെ ഈ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് ഇപ്പോ വളരെ ശ്രദ്ധേയമായ ഗോളി സോഡ വളരെ ഒരു രീതിയാണത്. പക്ഷെ അത് പ്ലാസ്റ്റിക് ബോട്ടിലില് ഗോളി സോഡ ഇറങ്ങുന്നുണ്ട്. വളരെ പെട്ടെന്ന് എല്ലായിടത്തും സോഡ മാത്രമല്ല കൂൾ ഡ്രിങ്ക്സും ഒക്കെ ആയിട്ട് അത് ഇറക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ ക്ലിക്കായി. ചിലപ്പോ ഇതൊക്കെ ആയിരിക്കാം അതിന് കാരണം. ഇത് കുറച്ച് ഈ പറഞ്ഞ പോലെ ട്രഡീഷൻ നോക്കിയിട്ട് നോക്കുന്ന ഒരു സംഭവമുണ്ട്.
ബേസിക്കലി രാമേന്ദ്രേട്ട ഗോലി സോഡ കയറി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? അല്ല, ഗോലിസോടെ നൊസ്റ്റാൾജിയ, വരാനുള്ള നൊസ്റ്റാൾജിയ. അത്രേ ഉള്ളൂ. അതെ അതെ, ആ ഒരു അതാണ്. അത് ട്രഡീഷൻ ഒരു നെസ്റ്റോളജി. ഞാൻ സാറോട് ഫസ്റ്റ് ദിവസം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ അതെ അതെ. കുപ്പിയിൽ ഗോലിസോടെ കണ്ണൂർ ആദ്യം ചെയ്തത് ഞാനാണ്. ഉം, അത് ആ ഫസ്റ്റ് ഇയർ ഭയങ്കരമായിട്ട് ഉണ്ടായി. രണ്ടാമത്തെ കൊല്ലം അത് കുറഞ്ഞു. ഉം, അതിൽ തന്നെ എനിക്ക് സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട പറയുന്നത്, ഞാൻ ഈ മേഖലയിൽ കുറച്ചു കാലമായെങ്കിലും ഈ ഗോലിസോടെ ഇറക്കുന്ന ദിവസം എൻ്റെ ഒരു 10-50 സുഹൃത്തുക്കളെ കൊണ്ട്, 50-70-50 സുഹൃത്തുക്കള് ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു ദിവസം രാത്രി 8 മണിക്ക് ഈ സാധനത്തെ പോസ്റ്റ് ചെയ്തു. ഉം. അന്ന് ആ ഒരാഴ്ച വന്നാണ് കോളിന് അറ്റവും കണക്കില്ല. ഒറ്റ ആഴ്ച കൊണ്ട്, സത്യം പറഞ്ഞാൽ ഒരു കൊല്ലം കൊണ്ട് എനിക്ക് പൈസ മുടക്കോ തിരിച്ചു പിടിച്ചു. ഒരു കൊല്ലം കൊണ്ടല്ല, 4 മാസം കൊണ്ട്. 4 മാസം കൊണ്ട് ആ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കണ്ടാ മനസ്സിലായി. അത് ആരെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണ്ട, ഇങ്ങനെ മാത്രം ചെയ്യാത്ത. അത് ഭയങ്കര, ആര് പിന്നെ FB തുറന്നാലും ഫസ്റ്റ് കിട്ടുക ഈ സാധനമാണ്. അത് ഭയങ്കരമായിട്ടാണ് എനിക്ക് ഉപകാരം ചെയ്തതാണ്. എൻ്റെ നിലവിലുള്ള സാധനത്തിനടക്കം അത് ഗുണം ചെയ്തു. കാരണം ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. എൻ്റെ കമ്പനി ബ്രാൻഡിന്റെ പേര് ചെൽസി എന്നാണ്, CHELSI ആണ്, ചെൽസി. വെറുതെ അല്ല, ഞാൻ ഫുട്ബോൾ ഭ്രാന്തരാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ഞാൻ പറയാറുണ്ട് ഇംഗ്ലണ്ട് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഉണ്ട് ചെൽസി. പക്ഷെ ഇത് ഫുൾ ഫോം ചെറുതാഴത്തിലെ സോഡ ഇൻഡസ്ട്രീസ് എന്നാണ്. ചെറുതാവുന്ന സ്ഥലത്തിന്റെ പേര്. പക്ഷെ ഗോലി സോഡ കുറച്ച് കുറഞ്ഞിട്ടേ ഉള്ളു, ഇപ്പൊ നിലവിൽ കുറഞ്ഞിട്ടേ ഉള്ളു. അതിന്റെ മാർക്കറ്റിംഗ് താഴോട്ടാണ്. മാർക്കറ്റിംഗ് താഴോട്ടല്ല, അതിനോടുള്ള താല്പര്യം അതിന് ആ സമയത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ അത് കുറഞ്ഞു. ഹരിദാസേട്ടാ, രാമേന്ദ്രേട്ടൻ പറഞ്ഞവര് വേറെ ഓപ്പോസിറ്റ് വരട്ടെ. എന്റെ അടുത്തൊരു ടീം ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്റെ അടുത്തൊരു ടീം വന്നിട്ടുണ്ടായിരുന്നു കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ട്. അവർക്ക് 100 ഫ്രാഞ്ചൈസിയാണ് ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യാൻ പോണത്. അത്രയും എൻക്വയറി വന്നു കഴിഞ്ഞു, ഗോലിസോടെ മാത്രം. അതായത് ഇപ്പൊ രാമേന്ദ്രേട്ടൻ ചെയ്യണ പോലെ തന്നെ ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് സോഡ വിൽക്കലല്ല ഇവരുടെ പരിപാടി. സോഡ വിൽക്കാനുള്ള ഫാക്ടറി ഡെവലപ്പ് ചെയ്യുക ഓരോരോ ഏരിയയിൽ. ഇപ്പൊ ഹരിദാസേട്ടന്റെ ഏരിയയിൽ ഹരിദാസേട്ടൻ അടിച്ചാൽ ഹരിദാസേട്ടന് ഒരു ചെറിയ സ്ഥലത്ത് അത് സോഡ ഉണ്ടാക്കാനുള്ള ഫാക്ടറി ഡെവലപ്പ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക. ഇത് മാത്രമേ പരിപാടി. 100 സ്ഥലത്ത് 100 ഫ്രാഞ്ചൈസി ഡെവലപ്പ് ചെയ്തു. 5 to 7 crore ബിസിനസ് ആണ് അവര് ചെയ്തത്. 5 lakh മുതൽ 1.5 crore വരെ അവർ മേടിക്കുന്നുണ്ട് ഫ്രാഞ്ചൈസിക്ക്. ഓരോ ഡിപ്പെൻസ് ആണ്. ഓക്കെ, രാമേന്ദ്രേട്ടൻ ചെറുതാഴ എവിടെയാ വരുക? കണ്ണൂക്കാരനാണല്ലേ. ചെറുതാഴ ഹനുമാനമ്പലം എന്ന് പറഞ്ഞ സ്റ്റോപ്പിനടുത്താണ്. വൈജു കണ്ണൂരാണ്, ഞാൻ കണ്ടു, ശ്രദ്ധിച്ചു. എവിടെ? ഞാൻ ചെറുതാഴത്ത് തന്നെയാണ്, പക്ഷെ ഇപ്പം താമസം ആളെയാവര് പിന്നെ കണ്ണൂരാണ്, തളാപ്പിലാണ്, ടൗണിൽ തന്നെ. പരിചയപ്പെടാൻ വേണ്ടിട്ടുള്ള ചെറുതാഴ ഹനുമാനമ്പലം അല്ലേ? ഓക്കെ. പിന്നെ എനിക്ക് ഹരിദാസ് ചേട്ടനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ സാറ് പറയും ഇതൊക്കെ ചോദിക്കാനാണോന്ന് ചോദിക്കാം. അതല്ല, എനിക്ക് 2-3 ദിവസം ഞാൻ വിചാരിക്കുന്നത്, എത്ര പ്രൊഡക്റ്റ് ഉണ്ട് ഹരിദാസ് ചേട്ടന്? ഈ കോക്കനട്ടിന്റെ എത്ര പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ? നിലവില് 4 എണ്ണം. എന്തൊക്കെയാ? അത് ഡെസിക്കേറ്റഡ്, പിന്നെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി, അതിന്റെ നാളികേരം ചേർത്തിട്ടുള്ള സാമ്പാർ പൊടി, പിന്നെ ഉരുക്ക് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ. ഇത് 4 എണ്ണം ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ഇനി ഇത് അടുത്ത മാസം 1 എണ്ണം കൂടി ലോഞ്ച് ചെയ്യും. അത് നമ്മൾ അവലോസ് പൊടി എന്ന് പറയുന്ന അതിനെ പുതിയ രീതിയിലേക്ക്, അത് 70% നാളികേരം ചേർത്തിട്ടുള്ള ഒരു ഉൽപ്പന്നം. അത് വിപണിയിലില്ല, പുതിയതാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും സാമ്പിള് ഹരിദാസേട്ടൻ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അയച്ചു തരും. അഡ്രസ് തന്നാൽ എല്ലാവർക്കും അയച്ചു തരും. ചേട്ടാ, തേങ്ങപ്പൊടി ചേട്ടൻ നോക്കിയിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? തേങ്ങപ്പൊടി എന്ന് വെച്ചാൽ 2 രീതിയിലുണ്ട്. ഒന്ന് മിൽക്കിന്ന് നേരിട്ടെടുക്കുന്നതുണ്ട്, 2 നാളികേരം അതുപോലെ തന്നെ പൊടി ചെയ്തുണ്ട്. ഏതാണ് ഉദ്ദേശിച്ചത്?
അല്ല അത് നോക്കിക്കൂടെ എന്ന് ചോദിക്കാനാണ്. ഞാൻ വെറുതെ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കുറേ തേങ്ങ ഇങ്ങനെ വെറുതെ ഇതായി പോകുന്നത് കൊണ്ട് ഞാൻ വെറുതെ ട്രൈ ചെയ്തു. അത് ഞാൻ ഫ്ലാറ്റിലേക്ക് മാറിയപ്പോ എനിക്ക് യൂസ്ഫുൾ ആയി. കുറേ ഞാൻ അങ്ങനെ പൊടിച്ച് വെച്ച് ഉണക്കി പൊടിച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പൊ അത് എല്ലാത്തിനും ആ പൊടി ചൂടുവെള്ളം ഒഴിച്ച് പാലെടുത്ത് ഞാൻ തേങ്ങാപ്പാലിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്റെ അമ്പിളി ഒരു കാര്യം പറയട്ടെ, കോടിക്കണക്കിന് ഉൾപ്പെടെ ഐഡിയയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് ഈ പരസ്യമായിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എവിടെ പോയിച്ചിട്ട് അത് അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കല്ലേ. അത് എനിക്ക് വേറെ ഒന്നുമില്ല, ഈ ചേട്ടൻ ഭയങ്കര ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാനിപ്പോ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ഓർത്തു എന്തെങ്കിലും ഇങ്ങനെ എന്റെ ഐഡിയാസ് ഒക്കെ ഞാനിങ്ങനെ ഷെയർ ചെയ്യാറുണ്ട് പലരോട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഞാൻ ഇത് കേട്ടിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചത്. ഞാനൊരു 15-20 വർഷം മുമ്പൊക്കെ ബോംബെയിൽ ഇങ്ങനെ ഈ തേങ്ങാപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് തേങ്ങ അങ്ങനെ കിട്ടില്ല. അപ്പൊ ഞങ്ങള് തേങ്ങാപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഐഡിയയിൽ വെച്ചിട്ടാണ് ഇവിടെ വെറുതെ ഇതായി കിടക്കുന്ന തേങ്ങ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പൊ അത് നല്ലതാ, കറിയൊക്കെ വെച്ചിട്ടാണെങ്കിലും പാലാണ് എടുത്തിട്ടാണെങ്കിലും ഒക്കെ നല്ലത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനും ചോദിച്ചത്. അതെ, ഇത് ഈ പൊടിക്ക് പകരമാണ് ഞാൻ ഈ ചെറിയ രൂപത്തില് ക്രഷ് ചെയ്തെടുക്കുന്നത്. നമ്മ വീട്ടില് നാളികേരം ചെരിയാൽ എങ്ങനെ ഇരിക്കും അത് തന്നെ അതേ രൂപത്തിലാണ് ഞാൻ ഇറക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് ഈ പറഞ്ഞ മിൽക്ക് എടുക്കാം, എല്ലാം ചെയ്യാം. സാധാരണ മിൽക്ക് എടുക്കുമ്പോ ഇപ്പൊ നാളികേരം നേരിട്ട് പിഴിയുന്ന പകരം മിക്സിയിലിട്ട് ഒരു തവണയെങ്കിലും കറക്കി കഴിഞ്ഞാൽ ഓക്കെ ആയി. അതാണ് എന്റെ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത. പിന്നെ സാമ്പാറിന്റെ ഒരു മിക്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇറച്ചിക്ക് പണ്ടത്തെ കാലത്തൊക്കെ ഈ ഇറച്ചി വെക്കാനൊക്കെ അങ്ങനെയാണ് തേങ്ങ അരച്ച് വെച്ച ഇറച്ചിക്കറി ഉണ്ടായിരുന്നു, വറുത്തരച്ച് വെച്ചത്. അതും കൂടി പ്രയോഗിക്കാവുന്നേ ഉള്ളൂ. ഗരം മസാല ഈ അമ്പിളി ഐഡിയ കൊടുത്ത് ഞാനത് കൺവേർട്ട് ചെയ്യട്ടോ. കോടിക്കണക്കിന് രൂപയുടെ പ്രൊഡക്റ്റ് ആണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയുണ്ട്. തേങ്ങാപ്പൊടി അടുക്കളയിൽ നിന്ന് ആളെ ഓടി വന്നു എന്നാ തേങ്ങാപ്പൊടിയെ പറ്റി പറയുന്നത്. ഹരിദാസേട്ടാ ഒറ്റ കാര്യമുള്ളൂ. ഹരിദാസേട്ടാ, ഈ വന്നിരിക്കുന്നത് ഒരു കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ആണ്. അത് വളരെ സീരിയസ് ആയിട്ട് കാണണം. അതായത് പുള്ളിക്കാരി ബോംബെയിലായിരുന്നു അമ്പിളി ബോംബെയിലായിരുന്നപ്പോ അനുഭവിച്ച പ്രശ്നം ഈവൻ ആലുവയിലെ വീട്ടിൽ വന്നപ്പോഴും അമ്പിളി ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് അമ്പിളിക്ക് മാറാൻ പറ്റിയിട്ടില്ല. ഈവൻ തേങ്ങ വീട്ടിൽ ഇഷ്ടം വന്നപ്പോ അതിനെ പൊടിയൊക്കെ ഇതൊരു കസ്റ്റമറുടെ ഫീഡ്ബാക്ക് ആണ്. ഇങ്ങനത്തെ ഫീഡ്ബാക്കുകളാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ ഇംപ്രൂവ് ചെയ്യാനും നമ്മുടെ പുതിയ എന്താ പറയാ ഒരു എക്സ്പാൻഷൻസിലേക്ക് പോകാനും നമുക്ക് ഏറ്റവും നല്ലത് ഇങ്ങനത്തെ ഫീഡ്ബാക്സുകളാണ്. ഇപ്പൊ ഈ പറഞ്ഞ രാമേന്ദ്രേട്ടൻ പറഞ്ഞ പോലെ പിന്നിൽ നിന്ന് ഞാൻ കണ്ടു, വൈഫ് പിന്നിൽ കൂടെ ഓടുന്നത് കണ്ടു. വൈഫ് ആരാ? അപ്പോ അതുപോലെ ചോദ്യങ്ങൾ വരും. ഇപ്പൊ പിങ്കിയുടെ മനസ്സിലുണ്ടാവും, ചോദ്യം ഉണ്ടാവും. എപ്പോഴും നിങ്ങൾ എടുക്കേണ്ട ഫീഡ്ബാക്ക് എടുക്കേണ്ട ഇതുപോലുള്ള കസ്റ്റമർ സ്ത്രീകളായിട്ടുള്ള ആ ഒരു കാറ്റഗറി ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ആ കാറ്റഗറി കസ്റ്റമറായിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഒരുപാട് സാധനം കിട്ടും. ഞാൻ ഇന്നലത്തെ നമ്മുടെ പ്രശ്നത്തിന് വരെ ഇന്നലെ പ്രശ്നം ഞാൻ പറയണില്ല, പക്ഷെ ആ പ്രശ്നത്തിന് വരെ സൊല്യൂഷൻ വരും ഇവരുടെ സംസാരിച്ചു കഴിഞ്ഞാൽ. കാരണം അത് അവർ വീടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിരിക്കും ബേസിക്കലി. മുമ്പ് പറയാറുണ്ട്, പണ്ടത്തെ ഒരു ചമ്മന്തി ഉണ്ട്, ഈ തേങ്ങ ചുട്ട അരച്ച ചമ്മന്തി. അതൊക്കെ കേടാകാത്ത രീതിയിൽ അത് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്തോരം പോവാന്നറിയാമോ? അല്ല, ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ റെഡിമെയ്ഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണെന്നുള്ള ഒരു ഇതിന്. അതൊക്കെ ഒരു മാർക്കറ്റിൽ അതിന്റെ കൂടെ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അത് വളരെ സിമ്പിളാണ്, ഉണ്ടാക്കാനൊക്കെ സിമ്പിളാണ്. പക്ഷെ കൊറേ കിട്ടും, അതിന് മാർക്കറ്റ് കിട്ടും. ഈ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ഹരിദാസേട്ടൻ ഒരു ഇൻവോയ്സ് അയക്കുന്നുണ്ട്. എന്തിനറിയോ? ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കച്ചവടം ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. ഒരു മിനിറ്റ്, രാഹുൽ പറയും. ക്ലബ് ഹൗസിൽ കയറിയ സമയത്തെ ഈ നാടകരായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച എന്തോ പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഹരിദാസേട്ടൻ ഉണ്ടോ? ഈ ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടല്ലോ. ഇല്ല, ഞാൻ ഇല്ല, അതിന്റെ അകത്തില്ല.
ഹരിദാസേട്ടൻ സ്വയം വിളിക്കുന്നത് പുള്ളി ഒരു വയസ്സനായി എന്നാണ്. പക്ഷെ ഇന്നലത്തെ ദിവസം കൊണ്ട് ഞാനത് മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ രാഹുലെ, അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിദാസേട്ടൻ ഈ നാളികേര വികസന വകുപ്പിന്റെ പല ക്ലാസ്സുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ സെയിം കോൺസെപ്റ്റുകൾ മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ല പറയാം. ക്ലബ് ഹൗസിൽ കുറെ ബിസിനസ്സുകാരെ കുറെ കൂട്ടായ്മകളുണ്ട്. അപ്പൊ ഞാനൊരു ദിവസം ഈ ക്ലബ് ഹൗസിൽ കയറി നോക്കിയ സമയത്ത് നാളികേരമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ കയറി നോക്കിയപ്പം ക്ലബ് ഹൗസിൽ ഇങ്ങനെ ഈ നാളികേരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത് കണ്ടു. അപ്പൊ എനിക്ക് ഈ സംസാരവും ഹരിദാസന്റെ സംസാരം എനിക്ക് ഒരുപോലെ ഫെമിലിയർ ആയിട്ട് തോന്നി. അതാ ചോദിക്കാൻ കാരണം. അത് ക്ലബ് ഹൗസിൽ ഞാൻ നോക്കട്ടെ, ഞാനത് ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരണം. ക്ലബ് ഹൗസ് ഏതാണ് എന്റെ അടുത്ത് ഇപ്പോഴും ഉണ്ടാവും. അത് ഏതാണ് ആ പ്ലാറ്റ്ഫോം? ക്ലബ് ഹൗസ് ഇപ്പോഴും ഉണ്ട്. ഭയങ്കര ഇതാണ്. ഒരു കുറെ ആൾക്കാർ ഇംഗ്ലീഷ് പഠിക്കാനും പിന്നെ എന്താ പറയാ സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ ക്ലബ് ഹൗസിൽ ഒരുപാടുണ്ട്. ഒരുപാട് ടീമുണ്ട്. ഈ ഇംഗ്ലീഷുകാരെ ഗ്രൂപ്പ് തന്നെ ഉണ്ട്, കുറെ ഉണ്ട്. അത് കോവിഡ് സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലബ് ഹൗസ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അത് പോയി. പക്ഷെ ഞാനിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്. പക്ഷെ എണ്ണം കുറവാണ്. ഹരിദാസേട്ടാ, അതുപോലെ തേങ്ങ വെറുതെ വറുത്തതും വെക്കാം. അതാവുമ്പോ കോമൺ ആയിട്ട് യൂസ് ചെയ്യാം. ഇഷ്ടമുള്ള മസാലകൾ ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. ചിലരിങ്ങനെ വിചാരിക്കും എനിക്കത് മസാല, ഇറച്ചി മസാല ചേർത്ത് കിട്ടിയാൽ അങ്ങനെയുള്ളത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്. ആ ഒരു പൊടികളുടെ ഒരു മിക്സ് ഉണ്ടല്ലോ, മിക്സ് ശരിക്കും അറിയാത്തവര് റെഡിമെയ്ഡ് അങ്ങനെ കിട്ടിയാൽ കൊള്ളാം എന്ന് വിചാരിക്കുന്നവരുണ്ട്. സാമ്പാറിന്റെ ആണെങ്കിലും അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ കോമൺ ആയിട്ട് ഇത് തേങ്ങ മാത്രം വറുത്തത്, അത് അവരിഷ്ടമുള്ളത് എന്താണോ അവര് തീയലിന്റെ മസാലയോ ഇറച്ചിയുടെയോ അല്ലെങ്കിൽ സാമ്പാറിന്റെയോ അത് അവർ ആഡ് ചെയ്തോളും. അപ്പൊ ഇത് തേങ്ങ വറുത്തതും നല്ല ഡിമാൻഡാ. അമ്പലേ, ഇതിന്റെ ഒരു പ്രോബ്ലം ഇതിന്റെ ലൈഫ് നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പോ ഇത് വറുത്തതാവുമ്പോൾ അതിനെ ആ ക്രിപ്സി നിലനിർത്താൻ കഴിയണം നമുക്ക്. അതിനുള്ള ഒരു ടെക്നോളജി അത് ഞാനിപ്പോ നാളികേര വികസന ബോർഡിനത് അന്വേഷിക്കാം, അതിനെ കുറിച്ച് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതാണ് ഒരു പ്രധാന ഘടകം. വറുത്തതാണെങ്കിൽ തണുത്തു കഴിഞ്ഞാൽ അതിന്റെ രീതി മാറും. അപ്പോ അതിന് ടെക്നോളജി ഇത് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അമ്പലി ഇത്രയും കാര്യം എന്നെ ഉറപ്പിച്ചതിൽ നന്ദി കേട്ടോ. താങ്ക് യു. അത് എനിക്കിങ്ങനെ പറയുന്നത് കേട്ടപ്പോ നമ്മള് ഐഡിയാസ് എനിക്കും ഇടക്ക് തോന്നിയിട്ടുള്ള ഒരു ഐഡിയ ഞാനും ചേട്ടനോട് ചോദിക്കാം. അത് അങ്ങനെ ഇതുണ്ടോ, പൊടിയുണ്ടോ എന്ന് വെച്ചാല് ഞാൻ വെറുതെ പരീക്ഷിച്ച് നോക്കി വിജയിച്ചതാണ്. ഇവിടെ ജോലി ഒരാളുണ്ട്. എന്നെ കൊണ്ടാണെങ്കിൽ അങ്ങനെ പറ്റില്ല. ഒരു പുള്ളിക്കാരി ഉണ്ട്. അപ്പൊ പുള്ളിക്കാരിക്ക് ഇഷ്ടം പോലെ സമയവും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതാണ് നമ്മുടെ തേങ്ങയൊക്കെ ഇങ്ങനെ സമയം കിട്ടുന്നത് മാതിരി ഇതിങ്ങനെ എടുത്ത് വെച്ചേക്ക്, നമുക്ക് ഫ്ലാറ്റിലേക്ക് മാറുമ്പോ അത് യൂസ്ഫുൾ ആവും. വെറുതെ ഇത് നശിപ്പിച്ച് കളയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഫ്ലാറ്റിൽ കുറെ ഇതുണ്ട്, എല്ലാത്തിനും കുറെ റെസ്ട്രിക്ഷൻ ഉണ്ട്. നമുക്ക് ഇതിപ്പോ പുറത്തുനിന്ന് വാങ്ങി കൊണ്ടുവന്നിട്ട് തേങ്ങ ചിരകി എടുക്കുന്നതും പിന്നെ ഈ ചിരട്ട കളയുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോ അങ്ങനെ നോക്കി ശരിയായി. ഇതെല്ലാ ഫ്ലാറ്റുകാരും അനുഭവിക്കുന്ന ഒരു ഇത് തന്നെയാണ് കേട്ടോ. അപ്പൊ ശരിക്കും അതും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റിൽ ചെന്നിട്ട് ഒരു ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ കുറെ ഫ്ലാറ്റുകൾ മാത്രം ഇതെടുക്കുക. എന്നിട്ട് അവിടുത്തെ കെയർ ടേക്കറെ കണ്ടിട്ട് അവിടുത്തെ നമ്പറൊക്കെ മേടിച്ചിട്ട് നോട്ടീസ് കൊടുക്കുക. അവിടെ കൊടുക്കുക. സ്ഥിരം ഓർഡർ കിട്ടും. കുറെ ഫ്ലാറ്റുകൾ, ഒരു ഏരിയയിലെ ഫ്ലാറ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പുതിയൊരു മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞതിൽ വളരെ സന്തോഷം എനിക്ക്. താങ്ക് യു. ഇങ്ങനെ പുതിയ പുതിയ മാർക്കറ്റിംഗ് തന്ത്രങ്ങളും പുതിയ തന്ത്രങ്ങളും വിവരങ്ങളും വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ 6am ക്ലബ് ബിസിനസ് ടോക്ക് അറ്റ് 6am ക്ലബിൽ ജോയിൻ ചെയ്യുക. എല്ലാവരോടും പറയുക. അപ്പോ സമയം അതിക്രമിച്ചു, 7:15 കഴിഞ്ഞു. നമുക്ക് നാളെ കാണാം. ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഫീഡ്ബാക്കുകൾ ഗ്രൂപ്പിലിടുക. നമ്പർ കുറഞ്ഞു വരുന്നുണ്ട്. ഞാനത് ടീം ലീഡേഴ്സിനോട് പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യത്തെ ഒരു ഇനീഷ്യൽ എന്തൂസിയാസം, ആരംഭശൂരത്വം എല്ലാവർക്കും ഉണ്ട്. അതിനെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകലാണ് നമ്മുടെ ഏറ്റവും വലിയത്. അത് നമുക്കുണ്ട്, നമ്മുടെ സഹ ആളുകൾക്കുണ്ട്. അതുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യിപ്പിക്കുക, മീൻസ് അവരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോ നാളെ കാണാം. വേറെ ഒന്നുമില്ലല്ലോ? ഇനി എന്തെങ്കിലും പറയാനൊക്കെ ഇതുണ്ടല്ലോ? ഇല്ല. ഓക്കെ. അപ്പോ ഗുഡ് മോർണിംഗ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ.
താങ്ക് യു.